നവരാത്രി ദേവിയെക്കുറിച്ചാണ്. ആദ്യം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് The 4 stages of sound. ശബ്ദത്തിന് 4 തലങ്ങൾ. നമുക്കിപ്പോൾ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദം, അതെയാണ് നമ്മൾ ശബ്ദം എന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇനിയും ശബ്ദങ്ങളുണ്ട്, 3 തലങ്ങളുണ്ട്. പര, പശ്യന്തി, മധ്യമ, വൈഖരി. ശബ്ദത്തിന് ഈ 4 രൂപങ്ങളാണ്. അതിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദം കേവലം വൈഖരി ശബ്ദമാണ്, നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കുക. മറ്റ് 3 ശബ്ദത്തിലെ തലങ്ങൾ കേൾക്കണമെങ്കിൽ അത് നമുക്ക് ധ്യാനാവസ്ഥയിലേക്ക്, ആഴത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും. അതിന് യോഗ്യത നേടിയവർക്ക് കേൾക്കാൻ സാധിക്കും. ഇനി ഈ ശബ്ദത്തിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം ഈശ്വരൻ എപ്പോഴാണോ ശബ്ദരൂപത്തിൽ പ്രകടമാകുന്നത് അത് വേദമായിട്ട് അറിയിക്കുന്നു. അപ്പോൾ ശബ്ദത്തിൻ്റെ ഏറ്റവും മെറ്റീരിയലൈസേഷൻ സംഭവിച്ച ആ 4ാമത്തെ സ്റ്റേജാണ് വൈഖരി എന്നത്. ഇനി വേറെ 3 രൂപങ്ങളുണ്ട്. പര, പശ്യന്തി, മധ്യം. അത് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അത് മൂലാധാര ചക്രത്തിൽ 6 ചക്രങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? 6 ചക്രങ്ങളുണ്ടല്ലോ. അതിൽ മൂലാധാര ചക്രത്തിൽ പ്രകടമാകുന്നതാണ് പര. പിന്നീട് മണിപൂരക ചക്രത്തിൽ പശ്യന്തി, പിന്നീട് അനാഹത ചക്രത്തിൽ മധ്യമ. അതും കഴിഞ്ഞ് നമ്മുടെ ഭ്രൂമധ്യത്തിലുണ്ടല്ലോ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഈ വിശുദ്ധിയിൽ വരുന്നതാണ് വൈഖരി. കാരണം തൊണ്ടയിൽ നിന്നാണ് നമുക്ക് ശബ്ദം വരുന്നത്. ആ ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ശബ്ദത്തിൻ്റെ 4 രൂപങ്ങൾ. അങ്ങനെ ഈശ്വരൻ സ്വയം ശബ്ദരൂപത്തിൽ പ്രകടമാകുമ്പോൾ വേദമായിട്ട് നമ്മൾ അത് അറിയപ്പെടുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുണ്ടലിനിയെ കുറിച്ചാണ്. ദേവി, നമ്മുടെ മനസ്സിലുള്ള ദേവിയുടെ സങ്കല്പം ഒരു സ്ത്രീ രൂപമാണ്, ശരിയാണ്. ഒന്നിലധികം കൈകളുള്ള ഒരു സ്ത്രീ രൂപം ദേവി. പക്ഷേ വേദാന്ത ശാസ്ത്രപ്രകാരം ശക്തി എന്ന ശബ്ദത്തിൻ്റെ നിർവചനം അത് നമ്മൾ മനസ്സിലാക്കിയ രീതിയിലല്ല. ശക്തിക്ക് യഥാർത്ഥത്തിൽ രൂപമില്ല. പക്ഷേ നാം മനസ്സിലാക്കുന്ന ദേവിക്ക് രൂപമുണ്ട്, ഒരു നാരിയുടെ രൂപത്തിലാണ്. ശക്തി എവിടെ നിന്ന് പ്രകടമായി? ശക്തി ശിവനിൽ നിന്നും പ്രകടമായി. ശക്തിയെ ആരും സൃഷ്ടിച്ചതല്ല, ശക്തി ഇവിടെ ഉള്ളത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണ്ട, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ അത് ഞാൻ പഠിച്ചത് വേദാന്തമായതുകൊണ്ട് ആ രീതിയിലാണ് പറയുന്നത്. അത് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദിക്കാൻ മടിക്കരുത്. ഞാൻ പറയുന്ന ഭാഷ ഉൾക്കൊള്ളാൻ പെട്ടെന്ന് കഴിയണമെന്നില്ല. അതുകൊണ്ട് സംശയമുള്ളപ്പോൾ ചോദിക്കണം. ഉറക്കം തൂങ്ങിയിരിക്കരുത്. ഉറക്കം തൂങ്ങുകയാണെങ്കിൽ എണീറ്റ് 2-3 പ്രദക്ഷിണം വെച്ചിട്ട് വീണ്ടും വന്നിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് കുണ്ടലിനിയെക്കുറിച്ചാണ്. കുണ്ടലിനി എന്ന ശബ്ദം സംസ്കൃത ശബ്ദത്തിന് കുണ്ടലം. കുണ്ടലം എന്നാൽ കോയിൽഡാണ്, ചുരുണ്ടുകൂടി കിടക്കുന്നത്. ചുരുണ്ടുകൂടി കിടക്കുന്ന ശക്തി ആയതുകൊണ്ടാണ് ഇതിനെ കുണ്ടലിനി എന്ന് വിളിക്കുന്നത്. കുണ്ടലിനി ശക്തി, ഇതിനെക്കുറിച്ച് നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. കുണ്ടലിനി ശക്തി മനുഷ്യൻ്റെ ശരീരത്തിൽ 6 സ്ഥാനങ്ങളിലാണുള്ളത്. ഒരു മനുഷ്യൻ ഈ ശരീരത്തിലേക്ക് ജനിക്കുമ്പോൾ തന്നെ 6 സ്ഥാനങ്ങളിൽ ഈ ശക്തി 6 ഭാഗങ്ങളായിട്ട് നിലനിൽക്കും. അതിനെയാണ് 6 ചക്രങ്ങളായിട്ട്. ഈ ചക്രങ്ങൾ എന്ന് പറയുന്നത് ശക്തി കേന്ദ്രങ്ങളാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. 7 ചക്രങ്ങൾ. 7 ചക്രങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഈ ആജ്ഞയ്ക്കും സഹസ്രാരത്തിനും അതിനിടയിൽ 3 കൂടിയുണ്ട്. ലാലന, മനസ്സ്, സോമചക്രം. ഇപ്പോൾ 6+3 9 ചക്രങ്ങൾ. നവരാത്രി അനുഷ്ഠാനത്തിലൂടെ നമ്മുടെ സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ 6 ചക്രങ്ങൾ, അതുകൂടാതെ 3 ലാലന, മനസ്സ്, സോമചക്രം. ഇവയെ എല്ലാം ഭേദിച്ചുകൊണ്ട് നമ്മൾ എവിടേക്കാണ്? സഹസ്രാരത്തിൽ വസിക്കുന്ന പരമശിവനിലേക്ക് നമ്മൾ എത്തും. അതായിരിക്കുന്നു നമ്മുടെ സങ്കല്പം. അപ്പോൾ 9 രാത്രികൾ എന്നത് 9 രാത്രികളിലെ നമ്മുടെ കഠിനമായ തപസ്സാണ്. ശരിയാണ്, ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ കലിയുഗമാണ്. ഇപ്പോൾ ഈശ്വരൻ പ്രത്യക്ഷ രൂപത്തിൽ പ്രകടമാകുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല.
കാരണം ഇനി നിങ്ങൾ വിചാരിക്കൂ, ഇപ്പോൾ പെട്ടെന്ന് ഈശ്വരൻ പ്രത്യക്ഷ രൂപത്തിൽ ഭഗവാന്റെ രൂപത്തിൽ തന്നെ പ്രകടമാണ്. അത് ഭഗവാനാണെന്ന് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. ആരെങ്കിലും വേഷം മാറി വന്നതാണ്. പക്ഷേ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സത്യം ഇതാണ്, ഇപ്പോഴും ദേവിയുടെ ശക്തിയെ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ രാത്രിയിലെ ഏകാന്തമായ സമയത്ത് ഏകാന്തമായിരുന്നു ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ ശക്തിയുടെ അനുഭൂതി ഇപ്പോഴും സാധ്യമാണ്. അത്രയും ഏകാന്തമായ ശാന്തതയാണ്. പകൽ സാധിക്കും, രാത്രിയിലാണ് ധ്യാനിച്ചു. അന്ധകാരം. പേടിക്കണം. ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ പേടിക്കണം. ഇപ്പോഴും ആ ശക്തിയുണ്ട്, ഈ പ്രപഞ്ചത്തിലുണ്ട്. ശിവയോഗിനി മാതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ശിവയോഗിനി മാതാവ്, മാതാ ശിവയോഗിനി. മാതാ ശിവയോഗിനിക്ക് 3 തവണ ഭഗവാൻ പരമശിവന്റെ ദർശനം ലഭിച്ചതാണ്. തൃശ്ശൂർ വലപ്പാട് ബീച്ചിന് സമീപത്താണ് അവരുടെ ആശ്രമം. അമ്മയുടെ ചരിത്രം ഒന്നെടുത്ത് വായിച്ചു നോക്കി. ഇപ്പോഴും ഈശ്വരൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. പക്ഷെ അതിനെ കാണണമെങ്കിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും സപ്ലൈ. ഡിമാൻഡ് കൂടുന്തോറും സപ്ലൈ കൂടുമല്ലേ? ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഈശ്വരനെ ആവശ്യമുണ്ടോ ഇല്ലയോ? ഗ്രേറ്റർ ദ ഡിമാൻഡ്, ഗ്രേറ്റർ ദ സപ്ലൈ. ഈശ്വരനെ കാണാൻ ആഗ്രഹം കൂടുന്തോറും അതിലേക്കുള്ള മാർഗങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. വീണ്ടും നമുക്ക് വിഷയത്തിലേക്ക് വരാൻ കുണ്ടലിനി. കുണ്ടലിനി എന്ന് പറയുന്നത് ശക്തിയാണ്. ഇനി എങ്ങനെ മനസ്സിലാക്കാം ശക്തി? മദർ കുണ്ടലിനി എന്നാണ് വിളിക്കുന്നത്, മാതാ കുണ്ടലിനി. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എന്തെല്ലാം കാണുന്നുണ്ട്, രൂപമായി, ശബ്ദമായി, നിറമായി, ശബ്ദരൂപ ഭേദങ്ങൾ, ഇവയെല്ലാം ഈ മാതാ കുണ്ടലിനിയുടെ പ്രകടിത രൂപങ്ങളാണ്. ശക്തിയുടെ പ്രകടനം തന്നെയാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. കണ്ണുകൊണ്ട് കാണുന്നതും ചെവികൊണ്ട് കേൾക്കുന്നതും എല്ലാം തന്നെ ശക്തിയുടെ പ്രകടനമാണ്. അങ്ങനെ പറയുമ്പോൾ ശക്തിയുടെ പ്രകടനം എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിസിറ്റിയാണ്, മാഗ്നറ്റിസമാണ്, കൊഹേഷനാണ്, ന്യൂക്ലിയർ ഫോഴ്സാണ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി ഒരു ആറ്റം ബോംബ് അതിൽ പൊട്ടിത്തെറിക്കാനുള്ള ശക്തി, അതും ഈ ശക്തി തന്നെയാണ്. ഭൂഗുരുത്വാകർഷണം, പ്രാണശക്തി, ഒരു എയ്റോപ്ലെയിനിൽ സഞ്ചരിക്കാനുള്ള അതിൻ്റെ ആ ഫോഴ്സ് ഉണ്ടല്ലോ, അതും ഈ പ്രാണശക്തി. ഈ പ്രാണശക്തി എന്ന് പറഞ്ഞാൽ അതും ഈ കുണ്ടലിനി തന്നെയാണ്. ശക്തിയുടെ ഏത് രൂപം നമ്മൾ കാണുന്നുണ്ടോ അത് മാതാ കുണ്ടലിനിയാണ്. നമ്മിലെ ശ്വാസം കുണ്ടലിനിയാണ്. നമ്മുടെ ശരീരത്തിൽ രക്തം ചലിക്കുന്നു, അതും മാതാവിൻ്റെ കഴിവുകൊണ്ടാണ്. മാതാ മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാദുർഗ, ത്രിപുര സുന്ദരി എല്ലാം തന്നെ ഈ കുണ്ടലിനി ശക്തിയാണ്. നിങ്ങൾ ഇന്ന് കേൾക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാകില്ല. കാരണം ഇതുവരെ നോക്കൂ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ പറയുന്ന രീതി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും സാരമില്ല, ഇപ്പോൾ പറയുന്നത് വേദാന്തമാണ്, അതുകൊണ്ട് കേൾക്കാൻ രസമുണ്ടാകില്ല. എങ്കിലും സാരമില്ല, കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കുണ്ടലിനി എന്നത് ശക്തിയാണ്. ശക്തി എവിടെ നിന്നാണ് പ്രകടമായത്? ശിവനിൽ നിന്നാണ് പ്രകടമായത്. വീണ്ടും നമ്മൾ തെറ്റിദ്ധരിക്കും ശിവൻ എന്നാൽ ഒരു രൂപമാണ്. അല്ല, ഈ ശക്തി രൂപമില്ലാത്തതായതുകൊണ്ട് തന്നെ രൂപമില്ലാത്ത ഈ ശക്തിയെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു രൂപം സങ്കല്പിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ദേവിയുടെ രൂപം സങ്കല്പിക്കുന്നത്. ഇനി നവദുർഗമാർ അവതരിച്ചു എന്ന് പറയുമ്പോൾ ഈ രൂപമില്ലാത്ത ഈ ശക്തി തന്നെ ദേവകാര്യാർത്ഥം അല്ലെങ്കിൽ ഈ ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടി രൂപത്തിൽ പ്രകടമാകുമ്പോൾ അതിനെ നാം ദേവി അല്ലെങ്കിൽ ഭഗവതി അവതരിച്ചു എന്ന് പറയുന്നു. ഭഗവതി അവതരിച്ചു. അവതരിക്കുമ്പോൾ ഒരു രൂപത്തിലായിരിക്കുന്നത്. അങ്ങനെയാണ് ഈ കാണുന്ന എല്ലാ ദേവീ രൂപങ്ങളും. സരസ്വതി, മഹാലക്ഷ്മി, മഹാദുർഗ, ഏത് ദേവിയാകുന്നു ശരി. ഇനി ഈ കുണ്ടലിനി ശക്തി മനുഷ്യ ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലുണ്ട്. ഏത് രൂപത്തിലാണ്? 6 ചക്രങ്ങളുണ്ട് എന്ന് പറഞ്ഞു. മനുഷ്യ ശരീരത്തിൽ നിൽക്കുന്നത് 6 ചക്രങ്ങളിൽ ഏറ്റവും താഴത്തെ ചക്രമായ മൂലാധാര ചക്രത്തിൽ 3 ചുരുണ്ടോടുകൂടി ഒരു പാമ്പ് ഇങ്ങനെ കിടക്കുക, ചുരുണ്ടുകൂടി കിടക്കില്ലേ, അതേ രീതിയിലാണ് ഈ കുണ്ടലിനി ശക്തി കിടക്കുന്നത്. ഒരു മിണ്ടാതെ കിടക്കുന്ന പാമ്പിനെ ഒരു വടിയടിച്ചതിൻ്റെ വടിയെടുത്ത് തലക്കടിച്ചാൽ എന്താ സംഭവിക്കുക? ദേഷ്യം വരും പാമ്പിന്. ദേഷ്യത്തോടെ പൊന്തു അത്. ഇതേപോലെ ശ്രദ്ധിക്കണം, ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തുവാനുള്ള ചില രഹസ്യമായ ക്രിയകളുണ്ട്.
അത് ഏകദേശം ഇതുപോലെയാണ്. ഉറങ്ങിക്കിടക്കുന്ന പാമ്പിനെ തള്ളി എണീപ്പിക്കുന്നത് പോലെയാണ് ഈ കുണ്ടലിനി ശക്തി ഒരു തവണ ഉയർന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്കെന്തേ സംഭവിക്കുക? നമ്മളിൽ കുറച്ച് പരിവർത്തനങ്ങൾ സംഭവിക്കും. നമ്മൾ മരിച്ചു പോകും. ഇല്ല, ശ്രദ്ധയില്ലാതെ എന്തെങ്കിലും യൂട്യൂബൊക്കെ നോക്കി ചെയ്താൽ ജീവൻ തന്നെ പോയിന്ന് വരും. അതുകൊണ്ട് ഈ ശാസ്ത്രം പ്രത്യേകിച്ച് ഇത്തരം ക്രിയകളൊക്കെ നമ്മൾ ഗുരുവിൻ്റെ സമക്ഷം തന്നെ പോയി പഠിക്കണം. കുണ്ടലിനി ശക്തി മനുഷ്യരിൽ ഉണർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം മനുഷ്യന് സംഭവിക്കുമോ? ചോദിച്ചു. സംഭവിക്കും. എന്ത് സംഭവിക്കും? മനുഷ്യന് 2 കൈയിന് പകരം 4 കൈ വരും? ഇല്ല. മനുഷ്യന് സംഭവിക്കുന്ന വ്യത്യാസം ഒരു ഉദാഹരണ സമക്ഷം പറഞ്ഞുതരാം. ശങ്കരാചാര്യ സ്വാമികളും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? അതുപോലെ വിവേകാനന്ദ സ്വാമികൾ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഇവരെ മനസ്സിലാക്കിയത് ഇവരിലെല്ലാം കുണ്ടലിനി ശക്തി 6 ചക്രങ്ങളെയും ഭേദിച്ച് സഹസ്രാര ചക്രത്തിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യനിൽ വരുന്ന മാറ്റം എന്നാൽ മനുഷ്യൻ ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോർമഡ്, പൂർണ്ണമായ പരിവർത്തനം. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ പരമമായ ആനന്ദം എല്ലാ സമയവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ മനുഷ്യ ശരീരത്തിൽ കുണ്ടലിനി ഈ രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ശബ്ദത്തെക്കുറിച്ച് മനസ്സിലാക്കി, കുണ്ടലിനിയെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി മനുഷ്യ ശരീരത്തിലെ നാഡികളെക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. 72,000-ലധികം നാഡികളുണ്ട്, ശരിയാണ്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട 3 നാഡികളാണ്. ഇട, പിങ്കള, സുഷുമ്ന. 3 നാഡികളുണ്ട്. ഇട നമ്മുടെ ഇടതുമൂക്കാണ്, പിങ്കള വലതുമൂക്ക്. ഇട ചന്ദ്രൻ്റെയും പിങ്കള സൂര്യൻ്റെയും പ്രതീകമാണ്. ഈ ഇട, പിങ്കള, സുഷുമ്ന എന്ന 3 നാഡികൾ നമ്മുടെ നട്ടലിനകത്താണ്. ഇനി നാഡികളും ഞരമ്പുകളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഞരമ്പുകളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റും. പക്ഷെ നാഡികളെ കാണാൻ ഈവൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എടുത്താൽ കൂടി നാഡികളെ കാണാൻ പറ്റില്ല. കാരണം അത് അത്രയും സൂക്ഷ്മമാണ്. ഈ നാഡികളിലൂടെയാണ് പ്രാണന്റെ സഞ്ചാരം സംഭവിക്കുന്നത്. അപ്പോൾ ഈ 3 നാഡികൾക്ക് നമ്മുടെ ശരീരത്തിലുള്ള പ്രാധാന്യം എന്തിനാണ് ഈ 3 നാഡികളുണ്ടെന്ന് പഠിക്കുന്നത്? 72,000 നാഡികളിൽ 3 നാഡികളെ കുറിച്ച് മാത്രം ഞാൻ ഇവിടെ എടുത്ത് പറയുന്നു. എന്താണ് അതിൻ്റെ ആവശ്യം? അതിനാവശ്യം ഇതാണ്. കാരണം സുഷുമ്ന നാഡിയിലൂടെയാണ് കുണ്ടലിനി ശക്തിയുടെ ഉണർവ് സംഭവിക്കുന്നത്. അഥവാ ഒരു മനുഷ്യനിൽ സുഷുമ്ന നാഡിയുടെ ദ്വാരം തുറന്നു കഴിഞ്ഞാൽ കുണ്ടലിനി പിന്നെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങും. അഥവാ കുണ്ടലിനി ശക്തി ഒരു തവണ മുകളിലേക്ക് പ്രവേശിച്ചാൽ പിന്നീട് ആ മനുഷ്യൻ ഒരു യോഗിയായിരിക്കും. അങ്ങനെ 3 നാടി: ഇട, പിങ്കള, സുഷുമ്ന. ഇനി ഈ സുഷുമ്ന നാഡി അടഞ്ഞു കിടക്കുന്നിടത്തോളം കാലം ഈ കുണ്ടലിനി ശക്തിക്ക് മുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഇനി സുഷുമ്ന നാഡിയെ തുറക്കാൻ എന്താണ് ഒരു മാർഗമുണ്ട്. പക്ഷെ അത് വളരെ കഠിനമാണ്. വളരെ കഠിനം തന്നെയാണ്. അതിനാദ്യം വൈരാഗ്യം വേണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതവിടെ നിൽക്കട്ടെ, ഇപ്പോൾ അതിലേക്ക് വരുന്നില്ല. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാവിധ സാധനങ്ങളും, നാമജപങ്ങളായാലും ശരി, പാരായണങ്ങളായാലും, സഹസ്രനാമ ജപമായാലും, ഇനി പ്രാണായാമമായാലും ധ്യാനമായാലും, നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവിധ അനുഷ്ഠാനങ്ങളുടെയും ലക്ഷ്യം സുഷുമ്ന നാഡിയെ ആ ദ്വാരം തുറക്കുക. വിചിത്രമായി തോന്നുന്നുണ്ടെങ്കിൽ ലക്ഷ്യം ഇതാണ് വാസ്തവത്തിൽ. എന്തിനാണ് നാമം ജപിക്കുന്നത്? അല്ല, സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്നത്. പണ്ടുള്ളവർ പറഞ്ഞു തോന്നുന്നു നാമം ജപിക്കുന്ന സന്ധ്യയല്ല, അതുകൊണ്ട് നാമം ജപിക്കുന്നു. ലക്ഷ്യം ഇതാണ്. മൂലാധാര ചക്രത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ സഹസ്രാര ചക്രത്തിലേക്ക് എത്തിക്കണം. അതിനാണ് നാം ചെയ്യുന്ന അനുഷ്ഠാനം. അതിൽ ഇഷ്ടമുള്ള അനുഷ്ഠാനങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഇനി 4 മാർഗങ്ങളുണ്ട്. ഒരു കുളത്തിലേക്ക് പ്രവേശിക്കാൻ 4 പടവകളുള്ളതുപോലെ നമുക്ക് ഓരോ മനുഷ്യൻ്റെയും സ്വഭാവം വ്യത്യാസമായിരിക്കുമല്ലോ. അതിനനുസരിച്ച് ഓരോ മനുഷ്യർക്കും അവന് യോജിക്കുന്ന മാർഗം ഏതാണെന്ന് കണ്ടെത്തി അവനെ തിരഞ്ഞെടുക്കാം. അങ്ങനെ പ്രധാനമായ 4 മാർഗങ്ങളാണ് കർമ്മയോഗം, പിന്നെ ഭക്തിയോഗം, പിന്നീട് രാജയോഗം, പിന്നീട് ജ്ഞാനയോഗം. ഈ 4 മാർഗങ്ങളിൽ ഏതെങ്കിലും ഒരു മാർഗത്തെ സ്വീകരിച്ചാൽ മതിയോ മനുഷ്യനെ? പോരാ. ഈ 4ലൂടെയും നമുക്ക് ഓരോരുത്തർക്കും സഞ്ചരിക്കണം. അതിലേറ്റവും കഠിനമായത് ജ്ഞാനയോഗമാവും.
അതുകൊണ്ട് ജ്ഞാനയോഗത്തെ സെൻറ്ററാക്കി വെച്ചുകൊണ്ട് ഈ ജ്ഞാനയോഗത്തിലേക്ക് എത്താനുള്ള മാർഗമായി ബാക്കി 3 യോഗങ്ങളെയും നമ്മൾ സ്വീകരിച്ച് അത് പരിശീലിക്കണം. ആദ്യം കർമ്മയോഗത്തിലൂടെ കടന്നു പോകണം, പിന്നെ ഭക്തിയോഗത്തിലൂടെ, പിന്നെ രാജയോഗത്തിലൂടെ, എന്നിട്ട് ജ്ഞാനയോഗത്തിലൂടെ. രാജയോഗം എന്താണെന്ന് വളരെ നന്നായി. രാജയോഗത്തിൽ അഷ്ടാംഗയോഗത്തിൽ പറയുന്ന 8 പടികളുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഈ 8 പടികളാണ്. അതാണ് ഈ രാജയോഗത്തിലുള്ളത്. രാജയോഗം എന്ന് പറയുമ്പോൾ തന്നെ ഇനി ഇതിൽ പറയുന്ന ഏത് മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കണമെങ്കിലും ആദ്യം നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാകും. ഒരു ദുർബലമായൊരു ശരീരം വെച്ച് നമ്മൾ ഏതെങ്കിലും സാധനാനുഷ്ഠാനം ചെയ്യാൻ ശ്രമിച്ചാലും ശരീരം പെട്ടെന്ന് തളർന്നു പോകും. അതായത് ഒരു മണിക്കൂറുകളോടെ നമുക്കിരുന്ന് നാമം ജപിക്കാനോ സാധന ചെയ്യാനോ സാധിക്കില്ല. ശരീരമാദ്യം ഗലുധർമ്മ സാധനം. ശരീരവും ഒപ്പം നമ്മൾ കൊണ്ടു നടക്കണം ഈ മനസ്സിൻ്റെ കൂടെ. അതുകൊണ്ട് ശരീരത്തിനെ അതിൻ്റെ പൂർണ്ണമായ ആരോഗ്യത്തിൽ യാതൊരു ക്ഷീണവും തട്ടാതിരിക്കാൻ അതിനും ഒരു പാത നമ്മുടെ ശാസ്ത്രത്തിലുണ്ട്. ഹഠയോഗം എന്ന മാർഗം കേട്ടിട്ടുണ്ടോ? അത് ശരീരവും പ്രാണനും വെച്ചുള്ള ക്രിയകളാണ്. ശരീരത്തിന് അതുല്യമായ ശക്തിയും യൗവനത്വവും കാന്തിയും എന്നും നിലനിർത്താൻ അതാണ് ഹഠയോഗം. അതുകൊണ്ട് രാജയോഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഹഠയോഗം ആവശ്യമാണ്. ഹഠയോഗത്തിലൂടെ ശരീരത്തിന് തീവ്രമായ ശക്തിയും ഊർജ്ജവും ലഭിക്കും. ശരീരം അത്രയും ശക്തിശാലിയായി തീരുമ്പോൾ ഈ മനസ്സിന് സാധന ചെയ്യാനുള്ള ഊർജ്ജം ലഭിക്കും. അതുകൊണ്ട് ഈ ഹഠയോഗം അവസാനിക്കുന്നിടത്താണ് വാസ്തവത്തിൽ രാജയോഗം ആരംഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 2 കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഒന്ന് ശരീരത്തിൻ്റെ ആരോഗ്യം, പിന്നെ മനസ്സിൻ്റെ വികാസം. അതെ, അങ്ങനെയാണ് ഈ 4 പാതകൾ. കർമ്മയോഗത്തിലൂടെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കണം, ഭക്തിയോഗത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കണം, രാജയോഗത്തിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കണം, ജ്ഞാനയോഗത്തിലൂടെ ഈശ്വരനെ അനുഭവിച്ചറിയണം. അങ്ങനെ ഈ 4 മാർഗങ്ങൾ. 4 മാർഗങ്ങളും കുറച്ച് വ്യത്യാസമാണെങ്കിലും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് എന്താണ് അറിയാനുള്ളത്? ഇനി സന്തോഷം എന്നൊരു അനുഭവം. സന്തോഷം, ആനന്ദം. മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മനുഷ്യന് ഒരു ലക്ഷ്യം അവനവന് വേണ്ട സന്തോഷം കണ്ടെത്തുക എന്നതാണ്. അച്ഛനും അമ്മയും സ്നേഹം തരുന്നുണ്ടെങ്കിലും ഒരു പുത്രൻ സ്വന്തം സന്തോഷത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അച്ഛനും അമ്മയ്ക്കും വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുമോ? ഞാൻ പറയുന്നത് മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ അവൻ പ്രാധാന്യം കൊടുക്കുന്നത് അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടല്ലേ നല്ല ജോലി കൈവരിക്കുന്നത്, അതുകൊണ്ടല്ലേ കല്യാണം കഴിക്കുന്നത്, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ മനുഷ്യൻ ഇവിടെ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലക്ഷ്യം സന്തോഷമാണെങ്കിൽ ഞാനിപ്പോൾ സന്തോഷത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഉപാധികൾ, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, സമ്പത്ത്, ഇവ കൊണ്ട് എനിക്ക് സന്തോഷം ലഭിക്കും എന്നൊരു ചിന്ത കൊണ്ടാണ് ഞാൻ ഇവയെ ആശ്രയിക്കുന്നത്. പക്ഷേ ശാസ്ത്രം പറയുന്നത് സന്തോഷം അല്ലെങ്കിൽ ആനന്ദം എന്ന അവസ്ഥയെ തപസ്സിലൂടെ കണ്ടെത്തുവാൻ, ഒന്നിനെയും ആശ്രയിക്കാതെ സന്തോഷം കണ്ടെത്തുവാൻ, അതിനു വേണ്ടി നമ്മെ പാകപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് വിവിധ തരത്തിലുള്ള അനുഷ്ഠാനം. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഏകാന്തമായ തപസ് ഏതെങ്കിലും ആശ്രമത്തിൽ ഹിമാലയത്തിൽ പോയി അനുഷ്ഠിക്കാൻ ഒരു ഗുരുവിന് സമക്ഷം ഈ സമയം നമുക്ക് സാധിക്കില്ല, അത്രയും കഠിനമാണ്. ഇപ്പോൾ നമുക്ക് സാധിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ വികാസം സാധ്യമാക്കുക എന്നതാണ് ഈ അനുഷ്ഠാനങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് നവരാത്രി അനുഷ്ഠാനം ഒരുമിച്ച് ചെയ്യുന്നത്. നവരാത്രി അനുഷ്ഠാനത്തിൽ പ്രധാനമായിട്ടും ദേവി മഹാത്മ്യ പാരായണമാണ് പൂർവികർ നിർദ്ദേശിച്ചത്. ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 9 ദിവസം കൊണ്ട് ദേവി മഹാത്മ്യ പാരായണം മുഴുവനായിട്ടും ചെയ്യുക. ദേവി മഹാത്മ്യം എന്നത് മാർക്കണ്ഡേയ പുരാണത്തിൽ വരുന്നതാണ്. 76 മുതൽ 84 വരെയുള്ള അധ്യായങ്ങളാണ് ദേവി മഹാത്മ്യം, 13 അധ്യായങ്ങൾ. ഇനി വേദാന്തവും പുരാണങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വേദാന്തം എന്ന് പറഞ്ഞല്ലോ ഉപനിഷത്ത്. വേദാന്തം എന്നാൽ ഉപനിഷത്ത്. ഈ ഉപനിഷത്തിനെ മനസ്സിലാക്കുവാൻ ഒരു മനുഷ്യൻ്റെ സാധാരണ ബുദ്ധി കൊണ്ട് സാധിക്കില്ല. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് സാധിക്കില്ല എന്നല്ല. അഥവാ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും
ഉപനിഷത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്തി എടുക്കാനുള്ള പരിശ്രമം ആത്മാർത്ഥമായി ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ വേദാന്തം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ അത് എളുപ്പമല്ല. കാരണം മനുഷ്യന്റെ ബുദ്ധി അതിനുവേണ്ടി ഇപ്പോൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഈ വേദാന്തത്തിലെയും ഉപനിഷത്തുകളെയും അറിവിനെയും ഈ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ കുറെ കഥയുടെ രൂപത്തിൽ കഥയിലൂടെ സത്യത്തെ അവതരിപ്പിക്കുന്ന രീതിയാണ് ഈ പുരാണങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിഹാസങ്ങൾ 18 പുരാണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുരാണം ശ്രീമദ് ഭാഗവതം. പിന്നെ രാമായണ മഹാഭാരതം, ഇതിഹാസങ്ങൾ, ഇതെല്ലാം കഥാരൂപത്തിൽ ഇതേ സത്യത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ നവരാത്രി ദിവസത്തിൽ മാർക്കണ്ഡേയ പുരാണത്തിലെ ദേവീ മാഹാത്മ്യം എന്ന 13 അധ്യായങ്ങളാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. നമുക്ക് സമയത്തിനനുസരിച്ച് ഈ 10 ദിവസങ്ങളുണ്ട്. കഴിയുന്നത്ര ഭാഗങ്ങൾ നമുക്ക് ഇവിടെ അവതരിപ്പിക്കും. ഇനി എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ? കുണ്ടലിനിയെക്കുറിച്ച് മനസ്സിലാക്കി, ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കി, 6 ചക്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി, അതിനെ ഉയർത്തുവാനുള്ള മാർഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തന്നതിനു ശേഷം നമുക്ക് ദേവീ മഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കാം. സമാധി. എന്താണ് സമാധി? ശരീരം ജീവൻ നഷ്ടമായാൽ അയാൾ സമാധിയായി എന്നല്ലേ നമ്മൾ കേട്ടത്. എന്നാൽ സമാധി എന്ന ശബ്ദത്തിന് അർത്ഥം അതല്ല. സമാധി, ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി. ബുദ്ധി എവിടെ സമമായിരിക്കുന്നുവോ സമാധി എന്ന അവസ്ഥ. യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണം, ധ്യാന, സമാധി. അഷ്ടാംഗയോഗത്തിലെ 8ാമത്തെ പടിയാണ് സമാധി. ഈ സമാധി എന്ന അവസ്ഥയെ കൈവരിക്കാൻ എന്താണ് ഒരു മാർഗം? അതിനാണ് ഈ അഷ്ടാംഗയോഗം എന്ന മാർഗം. സ്ലീപ്ലെസ് സ്ലീപ്പ് എന്നാണ് ഈ സമാധിക്ക് ശാസ്ത്രം പറയുന്നത്. ഉറക്കമില്ലാത്ത ഉറക്കം. ഉറക്കത്തിൽ നമ്മുടെ മനസ്സ് കെട്ടിടങ്ങും. പക്ഷേ ഉറക്കത്തിൽ നമുക്ക് ബോധമുണ്ട് എന്ന് തിരിച്ചറിയാൻ ഇപ്പോൾ സാധിക്കില്ല. ഉറക്കത്തിൽ നമുക്ക് ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര നേരം ഉറങ്ങുകയായിരുന്നു എന്നൊരു അറിവ് നമുക്കുള്ളത്. ഉണർന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഞാൻ ഇത്രയും നേരം സുഖമായി ഉറങ്ങിയെന്ന്. അതുകൊണ്ട് സമാധി എന്നൊരവസ്ഥ മനസ്സിൻ്റെ നിഷേധം, അതായത് മനസ്സിലെ എല്ലാ ചിന്തകളെയും അതിവർത്തിച്ചുകൊണ്ട് മനസ്സിനെ അതിജീവിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് നമുക്ക് ധ്യാനത്തിലൂടെ കൈവരിക്കാം. കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. കാരണം വെറുതെ നമ്മൾ ഈ കഥകൾ മാത്രം കേട്ടുപോയാൽ, ഞാൻ ഇങ്ങനെ ഇരുന്ന് കഥകൾ കേട്ടുകൊണ്ടിരിക്കും. കഥകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ അത് കേട്ടതുകൊണ്ട് എന്താ പ്രയോജനം? ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഞാൻ 1000 തവണ നിങ്ങൾ എത്ര കഥകൾ കേട്ടാലും മനസ്സിന് പരിവർത്തനമൊന്നും വരാൻ പോകുന്നില്ല. മനസ്സിന് മാറ്റം വരണമെങ്കിൽ അത് വളരെ പ്രയാസം, എളുപ്പമാണെന്ന് ധരിക്കേണ്ട. അനുഷ്ഠാനം തന്നെ വേണമെന്നത്. രാവിലെ എണീക്കുക തന്നെ വേണം. ചുരുങ്ങിയത് 5 മണിക്കെങ്കിലും എണീക്കണം. എന്നിട്ട് അവനവൻ എന്തെങ്കിലും ഒന്ന് മെനക്കെട്ടാലേ മനസ്സിലൊരു പരിവർത്തനം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനുള്ള ഓരോരോ ഉദാഹരണങ്ങൾ ജീവിത അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ ഈ പുരാണങ്ങളും ദേവീ മാഹാത്മ്യ കൃതികളും നമുക്ക് സഹായിക്കും. ഇനി എന്താണ് നമുക്കറിയേണ്ടത്? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ, ചിത്തം എന്ന അവസ്ഥ. മനുഷ്യ മനസ്സിൽ 4 അറകളുണ്ട്. ഈ ഹൃദയത്തിൽ 4 അറകളുണ്ട് എന്ന് പറഞ്ഞ പോലെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇത് രണ്ടും മനസ്സിൻ്റെ ഓരോ അവസ്ഥകൾ. ഇതിൽ ഈ ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്തം ഇസ് ദ മെന്റൽ സബ്സ്റ്റൻസ്. മനസ്സിൻ്റെ ഒരു അംശം തന്നെയാണ് ചിത്തം. ഈ ചിത്തത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ചിത്തം പലതര രൂപങ്ങളെ സ്വീകരിക്കും. പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചിത്തത്തിന് പരിണാമം സംഭവിക്കുന്നതാണ് ഈ വൃത്തികൾ. വൃത്തി എന്ന് പറഞ്ഞാൽ തോട്ട് വേവ്സ്, ചിന്താതരംഗങ്ങൾ ചിത്തത്തിൽ നിന്നും പ്രകടമാകും. അതാണ് വൃത്തികൾ. ഇനി നമ്മൾ മാങ്ങയെക്കുറിച്ച് ചിന്തിക്കുന്നു. ചിത്തം മാങ്ങയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാങ്ങ എന്ന വൃത്തി ചിത്തത്തിൽ രൂപപ്പെടുന്നു. ഇനി ഇതേ ചിത്തം പാലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാങ്ങ എന്ന വൃത്തി അവിടെ താഴ്ന്നത്, പാൽ എന്ന വൃത്തി ഉയർന്നു വരുന്നു. ഇങ്ങനെ നിരന്തരമായ വൃത്തികൾ ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കുന്നു. അവസാനമില്ലാത്ത വൃത്തികൾ ചിത്തത്തിൽ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ വൃത്തി എന്ന ചിന്തകൾ മനസ്സശാന്തമാകും. മനസ്സശാന്തമാകാനുള്ള കാരണം നിരന്തരമായ വൃത്തികളുടെ പ്രവാഹമാണ്. വൃത്തികൾ എന്ന ചിന്തകളാണ്. ഇനി എന്തുകൊണ്ടാണ് ചിത്തത്തിൽ നിന്നും വൃത്തികൾ രൂപപ്പെടുന്നത്? വെറുതെ രൂപപ്പെടാൻ കാരണമില്ലല്ലോ. എന്തിനും ഒരു കാരണമുണ്ടാകും.
ചിത്തത്തിൽ നിന്ന് എന്തുകൊണ്ട് വൃത്തികൾ രൂപപ്പെടുന്നു? ചിന്തിച്ചു. കാരണം സംസ്കാരങ്ങളും വാസനകളുമാണ് ചിത്തത്തിൽ നിന്നും വൃത്തികളെ രൂപപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ സംസ്കാരം എന്നാൽ എന്താണ്? ഓരോ വൃത്തികൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട് അത് മാഞ്ഞു പോകുമ്പോഴും ആ വൃത്തികൾ നമ്മുടെ മനസ്സിൽ ഒരു അടയാളം സൃഷ്ടിക്കും. അതിനെയാണ് ഈ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഓരോ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴും അത് മനസ്സിലൊരു അടയാളം ഉണ്ടാകും. അങ്ങനത്തെ സം ടോട്ടൽ ഓഫ് ഓൾ ദ സംസ്കാരാസ് ഇസ് നോൺ എസ് കർമാശയം. അതിനെയാണ് കർമാശയം എന്ന് പറയുന്നത്. എല്ലാവിധ സംസ്കാരങ്ങളുടെയും ഒരു കൂട്ടം, അതിനെ കർമാശയം എന്ന് പറയും. അതിൻ്റെ തന്നെ പേരാണ് സഞ്ചിത കർമ്മങ്ങൾ, സഞ്ചയിക്കപ്പെട്ട കർമ്മങ്ങൾ. നമ്മൾ ജന്മജന്മാന്തരങ്ങളായി നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന സംസ്കാരങ്ങൾ. ചോദിക്കും, എത്ര ജന്മങ്ങളുടെ സംസ്കാരങ്ങളായാലും ആ ചിത്രത്തിൽ ഉണ്ടാകും, അതൊരിക്കലും മാഞ്ഞു പോകില്ല. അതാണ് സഞ്ചിത കർമ്മം. ഇനി മനുഷ്യൻ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഈ സഞ്ചിത കർമ്മം, ഈ കർമാശയം കൊണ്ടായിട്ടാണ് ഈ ശരീരം ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ മനസ്സിലുള്ള സംസ്കാരങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ഈ മനുഷ്യന് അടുത്തൊരു ജന്മം ലഭിക്കുന്നത്. ഈ ജന്മത്തിൽ മനുഷ്യൻ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സ് സാത്വിക ഗുണത്തിലാണെങ്കിൽ അടുത്തൊരു ജന്മം അവന് ലഭിക്കുന്നത് ആ രീതിയിലുള്ള അന്തരീക്ഷത്തിലായിരിക്കും. അങ്ങനെയുള്ളൊരു മാതാപിതാക്കളെ ആയിരിക്കും അവന് ലഭിക്കുക. ഈ ജന്മത്തിൽ ഇവിടെ വെച്ച് നമ്മൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വെക്കുന്ന സ്വഭാവങ്ങൾ, സംസ്കാരം, അതൊരിക്കലും നമ്മളെ ഉപേക്ഷിച്ച് പോകില്ല, അടുത്ത ജന്മത്തിലും ഉണ്ടാകും. ഇനി ഈ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ സംസ്കാരങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഒരേയൊരു മാർഗമുണ്ട്. എങ്ങനെയാണോ ഒരു ഉണങ്ങിയ ഇലകളുടെ വലിയൊരു കൂട്ടം തീയിൽ കത്തി നശിച്ച് ഭസ്മമാകുന്നത്, അതുപോലെ നമ്മുടെ എത്ര ജന്മജന്മാന്തരങ്ങളിലെ ചിന്തകളും സ്വഭാവങ്ങളും സംസ്കാരങ്ങളും സമാധി എന്നൊരവസ്ഥയെ പ്രാപിക്കുന്നതിലൂടെ അതെല്ലാം ഭസ്മമായിത്തീരും. ഒരേ ഒരു തവണ സമാധി എന്ന തലത്തെ പ്രാപിച്ചാൽ കംപ്ലീറ്റ് കഴിഞ്ഞു, പിന്നെ ഒന്നും നമ്മൾ അവശേഷിക്കും. സമാധി ദ സ്റ്റേറ്റ് ഓഫ് ഡിവൈൻ കോൺഷ്യസ്നസ്. സമാധി എന്ന് പറഞ്ഞു തരാൻ എനിക്ക് പറ്റൂ. സമാധി എന്ന അനുഭവം എന്താണെന്ന് വാക്കുകളിലൂടെ നിർവചിക്കാൻ സാധ്യമല്ല. കാരണം വാക്കുകൾക്കൊരു പരിമിതിയുണ്ട്. വാക്കുകൾക്കും അപ്പുറത്തുള്ളൊരു സത്യത്തെ വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ പറഞ്ഞാൽ അതൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഇതാണ് ദൈവം എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് തെറ്റാണ്. ദൈവം ഇതാണ് എന്ന് പറയാൻ ഇതുവരെ ആർക്കും സാധിക്കില്ല. കാരണം ദൈവത്തെ വാക്കുകൊണ്ട് നിർവചിക്കുവാൻ സാധ്യമല്ല. വാക്കുകൊണ്ട് നിർവചിക്കാൻ സാധിക്കുന്ന വസ്തുക്കളെല്ലാം ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ സാധിക്കുന്നവയാണ്. ദൈവം എന്നാൽ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ സാധിക്കുന്ന അല്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിനെ നിർവചിക്കാൻ സാധ്യമല്ല. പക്ഷേ ദൈവത്തെ, ഈശ്വരനെ അനുഭവിക്കാൻ സാധ്യമാണ്. വേണോ ഈശ്വരനെ അനുഭവിക്കണോ? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിച്ചു. കർമ്മയോഗം വേണോ, ഭക്തിയോഗം വേണോ, രാജയോഗം വേണോ, ജ്ഞാനയോഗം വേണോ. പക്ഷേ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജ്ഞാനയോഗമാണ്. അത് വേദാന്ത ദർശനമാണ്. പക്ഷെ അതിലേക്ക് എത്തുവാൻ എളുപ്പമല്ലാത്തത് കൊണ്ട് ബാക്കി 3 പാതകളിലൂടെയും പതുക്കെ സഞ്ചരിച്ച് ജ്ഞാനയോഗത്തിനുള്ള യോഗ്യത നേടി ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യമുള്ളതാക്കി ക്രമേണ നമ്മൾ അതിലെത്തിത്തീരുന്നു. അതിന് ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വരും, ചിലപ്പോൾ ജന്മങ്ങൾ വേണ്ടി വരും. ചിലപ്പോൾ ചിലർക്ക് ഈ ജന്മത്തിൽ തന്നെ കൈവരിക്കാനും സാധിക്കും. ചിലപ്പോൾ ചിലർ ജനിക്കുന്നത് തന്നെ ആ അറിവോടുകൂടിയായിരിക്കും. ശ്രീശുക ബ്രഹ്മർഷി എങ്ങനെയായിരുന്നു? ശ്രീശുക ബ്രഹ്മർഷിയുടെ മനോഹരമായൊരു കഥ എൻ്റെ കേട്ടിട്ടുണ്ട്. നല്ല രസമാണ്. ഭാഗവത മഹാത്മ്യത്തിൻ്റെ തുടക്കം തന്നെ എങ്ങനെയാണ്? ശ്രീശുക ബ്രഹ്മർഷി സാധാരണ കുട്ടികളെല്ലാം 10 മാസത്തിലല്ലേ ഗർഭത്തിൽ നയിക്കാറുള്ളൂ. ശ്രീശുക ബ്രഹ്മർഷി 12 മാസമായിരുന്നു. മാതാവിൻ്റെ ഗർഭത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ തപസ്സനുഷ്ഠിക്കാൻ പഠിച്ചൊരു മഹായോഗി. പൂർവ്വജന്മ സംസ്കാരമാണ്. 12 മാസം ഗർഭത്തിൽ എന്നിട്ടാണ് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് വന്ന ആ നിമിഷം തന്നെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. അച്ഛനോടും അമ്മയോടും യാതൊരു മോഹവുമില്ല. എന്നിട്ട് വേദവ്യാസ മഹർഷി പാവത്തിൻ്റെ പുത്രമോഹത്താൽ പുത്ര എന്ന് വിളിച്ച് കരയുന്ന സമയത്ത് ആ ചെടികൾക്ക് കൂടി വിഷമമാവുകയാണ് ഈ വേദവ്യാസ മഹർഷിയുടെ ശബ്ദം കേട്ടത്. അങ്ങനെ നമ്മുടെ പരിശ്രമമാണ് തീരുമാനിക്കുന്നത് നമ്മളെ എവിടെ എത്തിക്കണമെന്ന്. പക്ഷേ ഒരു പ്രത്യേകതയും കൂടിയാണ്. ഈ കഠോപനിഷത്തിൽ ഒരു മന്ത്രമുണ്ട്. വിവേകാനന്ദ സ്വാമികൾ പലതവണ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. ഉത്തിഷ്ഠതാ ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യധാര നിഷിതാതുരത്തെയാണ്.
ദുർഗം പദം തത് കവയോ വദന്തി. മൂർച്ചയുള്ള വാളിന് മുകളിലൂടെ നടക്കുക എത്ര എളുപ്പമാണ്, അതുപോലെയാണ് ആത്മീയപാതയും വളരെ എളുപ്പമാണ്. ശരിയാണോ? ആ, ശരിയാണോ? അല്ല. മൂർച്ചയുള്ള വാളിന് മുകളിലൂടെ നടക്കുക വളരെ പ്രയാസമാണ്. അത്രയും കഠിനമാണ് ആത്മീയപാതയും. ഇത് കേട്ടാൽ വളരെ നിരാശനായി. എന്നാൽ പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കുകയല്ലേ നല്ലത്. സാധാരണ പോലെ അങ്ങോട്ട് ജീവിച്ചാൽ പോരെ. എന്തിനപ്പം അത്ര കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത്? ജീവിച്ചോളൂ, സ്വതന്ത്രമായി ജീവിച്ചോളൂ. പക്ഷെ എത്ര തവണ നമ്മൾ എത്ര വർഷങ്ങൾ ആത്മീയതയോട് വിമുഖത കാണിച്ച് ജീവിച്ചാലും ഒരു ദിവസം നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരും. എന്തായാലും വരും. ഈ ജന്മത്തിലാണെങ്കിൽ അടുത്ത ജന്മത്തിൽ. ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ മനസ്സിൽ ഒരു ചോദ്യം വരും. ഞാനുണ്ടാക്കിയ സമ്പത്തും എത്ര തന്നെ അനുഭവിച്ചിട്ടും എനിക്കൊരു തൃപ്തി വരുന്നില്ലല്ലോ എന്നൊരു ചോദ്യം എല്ലാ മനുഷ്യനിലും വരും. അപ്പോൾ നമ്മൾ സ്വയം ഈ മാർഗത്തിലേക്ക് വരും. പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ തുടക്കത്തിലുണ്ടല്ലോ, ഈ സാധന ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ശരി, നമ്മൾ ഒരു ഉത്സാഹത്തോടുകൂടി നാളെ മുതൽ ഞാൻ എന്നെ മാറ്റിമറിക്കും, നാളെ മുതൽ ഞാൻ 5 മണിക്ക് എണീറ്റ് സാധന ചെയ്യും എന്ന് നമ്മൾ തീരുമാനിച്ച് ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്കുണ്ടാകുന്നൊരു അനുഭവം എന്താണെന്ന് അറിയുക. വിഷമിക്കരുത് കേട്ടാൽ. അപാരമായ നിരാശയായിരിക്കും നമ്മുടെ ആദ്യത്തെ അനുഭവം. സാധന ചെയ്യാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ നിരാശ, അതാണ് നമ്മുടെ ആദ്യത്തെ അനുഭവം. കാരണം ആദ്യം ഒരു പുരോഗതിയും ദർശിക്കില്ല. 6 ഗുണങ്ങൾ നമ്മുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ടെങ്കിൽ നമുക്ക് വിജയം കൈവരിക്കാം. 6 ഗുണങ്ങളാണ് പേഷ്യൻസ്, ഫെയ്ത്ത്, കോൺഫിഡൻസ്, ഇൻട്രസ്റ്റ്, എക്സ്പെക്ടേഷൻ ആൻഡ് അറ്റൻഷൻ. ഈ 6 കാര്യങ്ങൾ നമ്മൾ മറക്കരുത്, മറക്കരുത്. 6 കാര്യങ്ങൾ മറക്കരുത്. പിന്നെ വേണ്ടത് പരമ ഉത്സാഹ, സാഹസ ആൻഡ് ദൃഢത. ഈ 3 ഗുണങ്ങൾ വേണം. സാധന ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഉറപ്പിച്ചോളൂ. ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാലുണ്ടാകുന്ന അനുഭവമാണ് അത്. ഈ ഗുണങ്ങളും ഈ കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ടാകും. ഈ നിരാശ വരാനുള്ള കാരണം എന്താണ്? കാരണം നമ്മൾ ഇത്രയും വർഷം ജീവിച്ചത് സന്തോഷം പുറമേയുള്ള വസ്തുക്കളിൽ നിന്ന് നേടിയിട്ടാണ്, അതിനെ ആശ്രയിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ സാധന ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ മനസ്സിന് മാറ്റം വരാൻ സംഭവിക്കും. പക്ഷെ ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ ക്ഷമയോടെ കാത്തിരുന്നാൽ മതി. തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം മരിക്കാൻ സാധിക്കും. അല്ല, മരിക്കാനല്ലോ സാധന ചെയ്യുന്നത്. ഒരു ദിവസം ഈശ്വരനെ കാണാൻ സാധിക്കും. അതായത് ഈ നിരാശയുടെ അനുഭവം ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ സാധന ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാം, നമ്മൾ എന്തിലാണോ സന്തോഷം കണ്ടെത്തിയത് ആ വസ്തുക്കൾ നമുക്ക് സന്തോഷം തരാത്തൊരവസ്ഥ വരും. നമ്മൾ ഇത്രയും കാലം സന്തോഷം കണ്ടെത്താൻ ഒരു മൊബൈൽ കിട്ടിയാൽ സന്തോഷമായി, എന്തെങ്കിലും വസ്തുക്കൾ കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള വ്യക്തികളുടെ കൂടെ ജീവിക്കുമ്പോഴാണ് സന്തോഷം, അല്ലെങ്കിൽ മക്കളുടെ അടുത്ത് ജീവിക്കുമ്പോഴാണ് സന്തോഷം. പക്ഷേ ഈ സാധന ചെയ്യുമ്പോൾ ക്രമേണ നമ്മൾ ഉള്ള സന്തോഷം കൂടി നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങും. അതൊരു വളരെ ഒരു അപകടകരമായൊരു അവസ്ഥയാണ്. ഒരു മാർഗദർശകനും കൂടെ ഇല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോകും. എപ്പോഴും പ്രചോദനം ചെയ്യാൻ ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ ഋഷിവര്യന്മാർ സാധന ചെയ്യുന്ന കാലഘട്ടത്തിൽ ഏകാന്തമാസം ഒരു ഗുരുവിന് സമക്ഷം ആശ്രമത്തിൽ പോയിരുന്നു. എന്നാൽ സദാസമയം ആ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ ഒപ്പം ഉണ്ടാകും. പക്ഷെ ഇന്ന് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരു 12 വർഷം ഹിമാലയത്തിൽ പോയി ഇരുന്നിട്ട് വരാൻ പറ്റുമോ? ഞാൻ ബ്രഹ്മചാരി, ഞാൻ സാധന അന്വേഷിക്കാൻ പോവുക, നോക്കിക്കോ. 12 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. ഇന്ന് എങ്ങോട്ട് പോകും മനുഷ്യൻ? അതെ, ലക്ഷ്യം നേടാത്തപ്പോഴാണല്ലോ നിരാശ. നിർത്തില്ലേന്നോ? നിർത്തും.
എന്തുകൊണ്ടാണ് ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ സാധന നിർത്തുന്നത് എന്ന്? ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യം നിർത്തും. അതുകൊണ്ടാണല്ലോ പ്രാപിക്കാൻ സാധിക്കാത്തൊരു ലക്ഷ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ സാധന അനുഷ്ഠിക്കേണ്ടത്. പ്രാപിക്കാൻ സാധിക്കാത്ത ആ ലക്ഷ്യം അത് നിർവികൽപ്പ സമാധിയാണ്, ഈശ്വര ദർശനമാണ്. ലക്ഷ്യം നേടിയാൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഉപേക്ഷിക്കും, തീർച്ചയാണത്. അത് എല്ലാവർക്കും സംഭവിക്കും. അതുകൊണ്ടാണ് ഈ സാധന ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഇത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. നമ്മൾ സാധന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഹഠയോഗം, രാജയോഗം. ഹഠയോഗത്തിൽ പ്രവേശിച്ചാൽ തന്നെ ശരീരത്തിന് യാതൊരു രോഗങ്ങളും ബാധിക്കില്ല, ശരീരത്തിന് യാതൊന്നും സംഭവിക്കില്ല. കഠിനമാണോ എന്ന് ചോദിച്ചാൽ കഠിനമാണ്. പക്ഷേ പ്രായമായവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ പ്രത്യേകമായി രൂപീകരിച്ച് നൽകിയിട്ടുണ്ട് നമ്മുടെ സിദ്ധയോഗികൾ, നമ്മുടെ ഋഷിവരികൾ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതി. വളരെ നല്ലൊരു ചോദ്യമാണ്. ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ നമ്മൾ സാധന നിർത്തും. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറയും, നിങ്ങൾ നേടാൻ സാധിക്കാത്തതായ ഒരു ലക്ഷ്യത്തെ ലക്ഷ്യമാക്കി കാണും എന്ന് പറഞ്ഞാൽ ലക്ഷ്യം ഇതായിരിക്കണം, സമാധി. സമാധി എന്താണ്? അത് എനിക്ക് പോലും പറഞ്ഞു തരാൻ സാധിക്കില്ല, കാരണം ഞാൻ സമാധിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. പക്ഷെ പ്രവേശിച്ച സിദ്ധയോഗികൾ, ഋഷിവര്യന്മാർ പറയുന്നത് നിർവികൽപ്പ സമാധി എന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. പ്രത്യക്ഷ ദർശനം, ഈശ്വരന്റെ ഈശ്വര അനുഭൂതി. ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം സാധന അനുഷ്ഠിക്കുവാൻ. പിന്നെ പലതരം ഗുണങ്ങളുണ്ട് സാധന അനുഷ്ഠിച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ. ഈ തുടക്കത്തിൽ നമുക്ക്, ഞാൻ പറഞ്ഞു, നിരാശ തോന്നാനുള്ള കാരണം നമുക്ക് സന്തോഷം ലഭിക്കില്ല. നേരത്തെ പുറമേയുള്ള വസ്തുക്കളെയോ വ്യക്തികളെയോ ആശ്രയിച്ച് സന്തോഷിച്ച് നമുക്ക് സാധന ചെയ്യുമ്പോൾ ആ വസ്തുക്കളിലുള്ള സന്തോഷം നഷ്ടമാകും. കാരണം നമ്മൾ മറ്റൊരു സ്ഥലത്ത് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ തുടക്കത്തിൽ സാധനയിൽ നമുക്ക് സന്തോഷം ലഭിക്കില്ല, വളരെ കഠിനമാണ്. എന്നാലും പ്രതീക്ഷയോടെ, ക്ഷമയോടെ സാധന ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ക്രമേണ ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളും ചെറിയ ചെറിയ വിജയത്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി അങ്ങനെ ചിലർ ഒരു 6 മാസം അല്ലെങ്കിൽ 2 വർഷം സാധന അനുഷ്ഠിച്ച് ഓക്കെ, ഞാൻ പെർഫെക്റ്റായി, എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് ധരിച്ച് സാധന ഉപേക്ഷിക്കുന്ന അവസ്ഥയുണ്ട്. ഭൂരിഭാഗം പേർക്കും അതാണ് സംഭവിക്കുന്നത്. കാരണം ഒരുവിധം ഒരു 2 വർഷം കൃത്യനിഷ്ഠമായ സാധന അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ വലിയൊരു പരിവർത്തനം വരും. അങ്ങനെ പരിവർത്തനം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി അറിയാതെ തെറ്റിദ്ധരിച്ചു പോകും, ഞാൻ ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്ന്. കാരണം എൻ്റെ മനസ്സിന് ഇപ്പോൾ പഴയതുപോലെയല്ല. ഇപ്പോൾ മനസ്സിന് വിഷമങ്ങൾ വന്നാൽ അതിനെ അതിവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ആരെങ്കിലും എന്നെ കളിയാക്കിയാൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ യോഗാനുഷ്ഠാനത്തിലൂടെ ശരീരം വളരെ ആരോഗ്യപ്രദമായി പോകുന്നുണ്ട്. ഞാൻ എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കാനുള്ള ക്ഷമതയും ബുദ്ധിയും എനിക്കുണ്ട്. ഈ ഒരു അവസ്ഥയിൽ മനുഷ്യൻ പൊതുവെ സാധനയും ഉപേക്ഷിക്കും, ശരിയാണ്. ഇനി വേറെയും ചില കൂട്ടരുണ്ട്. അവരാണ് ഈ സിദ്ധികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ഭുത സിദ്ധികൾ, അഷ്ടസിദ്ധികൾ. ഈ സാധനകൾ വളരെ ആഴത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം നിർവികൽപ്പ സമാധി ആണെങ്കിൽ കൂടി നിർവികൽപ്പ സമാധിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ മനുഷ്യന് എല്ലാവിധ സിദ്ധികളും കൈവരും. രാമകൃഷ്ണ പരമഹംസരും വിവേകാനന്ദ സ്വാമികളും എല്ലാവരും എടുത്തു പറയുന്നുണ്ട്. പക്ഷേ അത് കഠിനമാണെങ്കിലും അത്രയും ധൈര്യമുള്ളവർ സാധന അനുഷ്ഠിക്കുമ്പോൾ സിദ്ധികളാണ് നമ്മുടെ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുക. സിദ്ധികൾ എന്ന് പറഞ്ഞാൽ അമാനുഷിക ശക്തികൾ. അഷ്ടമഹാസിദ്ധികളും 32 ചെറിയ സിദ്ധികളുമുണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യന് കൈവരേണ്ടത്. ഇത് കൈവരുന്നത് ഈ കുണ്ടലിനി ശക്തി ഉയരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കുണ്ടലിനി ശക്തി 6 ചക്രങ്ങളില്ലേ, ഓരോരോ ചക്രങ്ങളെ ഭേദിക്കുന്നതിനനുസരിച്ച് ഓരോരോ വിവിധങ്ങളായ ശക്തികൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ഇതെല്ലാം രഹസ്യമായ മാർഗങ്ങളാണ്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇതെല്ലാവരോടും പറയാതിരിക്കുന്നതാണ് നല്ലത്. ശരി, എല്ലാം അങ്ങോട്ട് ഉപേക്ഷിക്കും. നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കും. സാധന അനുഷ്ഠിക്കും. ഈ സാധന എന്ന് പറഞ്ഞാൽ എന്താണ്? സാധന എത്രയോ നമ്മൾ കേട്ടു. എന്താണ് ഈ സാധന? സാധന എന്ന് പറഞ്ഞാൽ തപസ്. അല്ല, ഞാൻ സാധന ചെയ്യുമ്പോൾ അല്ലമ്മേ, അമ്മ പറഞ്ഞു മകനോട്, മകനെ ഞാൻ നാളെ മുതൽ സാധന ചെയ്യുമ്പോൾ. അപ്പോൾ മകൻ ചോദിച്ചു അമ്മയോട്, എന്താ അമ്മ ഈ സാധന? അതെന്താണെന്ന് എനിക്കും അറിയില്ല. അങ്ങനെ ആയാലോ? പറ്റില്ല. സാധന, അനുഷ്ഠാനം,
അതിൽ ഓരോ വ്യക്തികൾക്കും ഓരോ വിധം അനുഷ്ഠാനങ്ങളായിരിക്കും. ചിലർക്ക് പത്മാസനത്തിലിരുന്ന് മണിക്കൂറുകളോളം ധ്യാനിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ചിലർക്ക് പത്മാസനത്തിലിരുന്നാൽ 5 മിനിറ്റ് കൊണ്ട് ഉറക്കം തൂങ്ങി വരും. ചിലർക്ക് പത്മാസനത്തിൽ ഇരിക്കാനേ സാധിക്കില്ല. അതുകൊണ്ടാണ് 4 മാർഗം അല്ലെങ്കിൽ 4 പാതകളുണ്ട് എന്നത്. എന്നാൽ പൊതുവായി എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം പ്രാണായാമം ചെയ്യാമല്ലോ. പ്രാണായാമം ചെയ്തു. ഞാൻ ഈ പ്രാണായാമം ചെയ്യണമെന്ന് പറയുന്ന കാര്യം, ഈ മനസ്സ് എവിടെയാണ് നിൽക്കുന്നത്? ശരീരത്തിലാണോ? ശരീരത്തിനകത്താണോ? പുറത്താണോ? മനസ്സ് നിൽക്കുന്നത് പ്രാണനിലാണ്, പ്രാണശക്തിയിലാണ്. പ്രാണശക്തി എന്താണ്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, കുണ്ടലിനി. ഏത് ശക്തി ഉണ്ടോ അതെല്ലാം മാതാ കുണ്ടലിനിയാണ്. സരസ്വതി ആയാലും, ലക്ഷ്മി ആയാലും, ദുർഗി ആയാലും, പാർവതി ആയാലും. ശക്തി അത് രൂപത്തിൽ, പ്രത്യക്ഷ രൂപത്തിൽ പ്രകടമാകുമ്പോൾ അത് ദേവിയുടെ രൂപത്തിലാണ് പ്രകടമാകുന്നത്. പ്രാണനും ഒരു ശക്തിയാണ്. പ്രാണനിലാണ് ഈ മനസ്സ് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രാണനെ നമ്മൾ ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കേണ്ട, മനസ്സ് ഓട്ടോമാറ്റിക്കലി അവിടെ കൺട്രോൾഡാണ്. അതുകൊണ്ടാണ് ഈ പ്രാണായാമം ചെയ്യണമെന്ന് നിർബന്ധമായി പറയുന്നത്. നാമം ജപിക്കുന്നത് പര്യാപ്തമാണെങ്കിലും നാമം ജപിക്കുമ്പോൾ ഈ സഹസ്രനാമങ്ങളൊക്കെ ജപിക്കുന്ന സമയത്ത് പ്രാണായാമം ചെയ്തതിന് ശേഷം നാമജപം ആരംഭിച്ചാൽ മനസ്സിന് കൂടുതൽ ഏകാഗ്രത ലഭിക്കും. നമ്മുടെ അനുഭവമാണല്ലോ. നമ്മൾ നാമം ജപിക്കാനായാലും പ്രാണായാമം ചെയ്യാനായാലും ചമ്മരം പടിഞ്ഞിരുന്ന് കണ്ണടച്ചാൽ തന്നെ ചിന്തകൾ നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങും. അതുവരെ ഇല്ലാത്ത എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. മനസ്സിൻ്റെ സ്വഭാവമാണത്. എല്ലാവരുടെയും അനുഭവം ഇല്ല തുടക്കത്തിൽ. പക്ഷേ നമുക്കിവിടെ വേണ്ടത് മനസ്സിനെ ഏകാഗ്രമാക്കി ഓരോരോ ചിന്തകളെയും മാറ്റി നിർത്തുകയാണ്. അത് എളുപ്പം കഴിയണമെങ്കിൽ പ്രാണായാമത്തിലൂടെ സാധിക്കും. അത്ഭുതം തോന്നും. ശിവാനന്ദ സ്വാമികളുടെ സയൻസ് ഓഫ് പ്രാണായാമം എന്ന പുസ്തകം വന്നെടുത്ത് വായിച്ചു മതി. വിവിധ തരത്തിലുള്ള പ്രാണായാമം ചെയറിലിരുന്നു കൊണ്ട് ചെയ്യാം. ഈ പ്രായമായവർ ഇവിടെ ഉള്ളതുകൊണ്ട് ശിവാനന്ദ സ്വാമികൾ പറഞ്ഞൊരു പ്രാണായാമമുണ്ട്. ശിവാനന്ദ സ്വാമികൾ ആരെന്ന് മനസ്സിലായോ? ചിന്മയാനന്ദ സ്വാമികളെ അറിയില്ലേ? ചിന്മയാനന്ദ സ്വാമികൾക്ക് 2 ഗുരുക്കന്മാരാണ്, തപോവന സ്വാമികളും തപോവന സ്വാമികളും ശിവാനന്ദ സ്വാമികളും. ശിവാനന്ദ സ്വാമികൾ അദ്ദേഹം പൂർവാശ്രമത്തിൽ അലോപ്പതി ഡോക്ടറായിരുന്നു. പിന്നീടാണ് സന്യാസം സ്വീകരിച്ചത്. ഈസ് എ കംഫർട്ടബിൾ പ്രാണായാമ അത് ഞാനിവിടെ പറയാം. ചെയറിൽ നിവർന്നിരിക്കുക. ചെയറിൽ താഴത്ത് ചമ്മരം പടിഞ്ഞിരിക്കാൻ പറ്റാത്തവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ചെയറിലോ സോഫയിലോ എവിടെ വേണമെങ്കിലും നട്ടലിലൊന്ന് കഴിയുന്നത്ര നിവർത്തിയിരുന്നത്. കഴിയുന്നത്ര ശ്വാസം വളരെ സാവധാനം, വളരെ വളരെ സാവധാനം ശ്വാസം അകത്തേക്ക് എടുത്ത് കഴിയുന്നത്ര സമയം ആ ശ്വാസം അവിടെ പിടിച്ചു നിർത്തി വീണ്ടും വളരെ സാവധാനം, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനേക്കാൾ സാവധാനം വേണം ശ്വാസം പുറത്തേക്ക് വിടാൻ. ഒരു ചെയറിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യും. ഇതാണ് ഈസി കംഫർട്ടബിൾ പ്രാണായാമം. ഇതും സാധനയുടെ ഒരു മാർഗമാണ്. നാമം ജപിക്കുന്നത് സാധനയാണ്, പ്രാണായാമം ചെയ്യുന്നത് സാധനയാണ്, ധ്യാനിക്കുന്നത് സാധനയാണ്, ഉപവാസം ഒരു സാധനയാണ്. ചിലർ നാമം പുസ്തകത്തിൽ എഴുതും, അതും ഒരു സാധനയാണ്. ഇതാണ് സാധന. ഇനി യോഗ എന്ന ശബ്ദത്തിനർത്ഥം എന്താണ്? യോഗ എന്ന സംസ്കൃത ശബ്ദത്തിനർത്ഥം എന്താണ്? യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് യോഗ എന്ന ശബ്ദം രൂപപ്പെട്ടത്. യുജ് എന്നാൽ യോജിപ്പിക്കുക എന്നാണ്. യോഗ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക ശരീരം കൊണ്ട് പലതരം ക്രിയകൾ ചെയ്യുക. എന്നാൽ യോഗ എന്ന ശബ്ദത്തിനർത്ഥം യോജിപ്പിക്കുക. യുജ് എന്തിനോട് യോജിപ്പിക്കണം? ജീവാത്മാവിനെ പരമാത്മാവുമായി യോജിപ്പിക്കണം. അതല്ലെങ്കിൽ മനസ്സിനെ ഈശ്വരനുമായി യോജിപ്പിക്കണം. അതിനുള്ള വിവിധ തരം മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് യോഗശാസ്ത്രം. അപ്പോൾ ഇവിടെ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതുവിധം സാധനകളായാലും അതിൻ്റെ പരമോന്നതമായ ലക്ഷ്യം ഈശ്വരനെ അനുഭവിക്കുക എന്നതാണ്. അല്ല, എനിക്ക് ഈശ്വരനെ ഒന്നും കാണണ്ട, എനിക്ക് ഈശ്വരനെ കണ്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തരുന്ന ചില വസ്തുക്കളുണ്ട്, അതിലങ്ങോട്ട് സംതൃപ്തനാണ്, വളരെ നന്നായി മിത്രമേ, വളരെ നന്നായി, എനിക്ക് സന്തോഷം തോന്നുന്നു, എനിക്ക് ഈശ്വരനെ കാണണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സന്തോഷം തോന്നുന്നു?
ഈശ്വരനെ കാണണ്ട എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ അയാൾ ആ രീതിക്ക് പോകാൻ അനുവദിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട, ഇങ്ങോട്ട് നിർബന്ധിപ്പിച്ച് ഈ വഴിക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും വേണ്ട. സ്വയമേവ വന്നുകൊള്ളും. പ്രകൃതി അതിനുള്ളൊരു അവസരം ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നൽകും. ഭഗവാൻ കൃഷ്ണന്റെ അവസ്ഥ പോലും നോക്കും. ഭഗവാൻ കൃഷ്ണന്റെ മക്കൾ കൂടി ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് കേട്ടിട്ടില്ല. പിന്നെ നമ്മളെ മക്കൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് വിചാരിക്കണോ? ചിലർക്ക് വളരെ സങ്കടമുണ്ടാകും. ഞാൻ ഇത്ര നല്ല സംസ്കാരം കൊടുത്തു എൻ്റെ മക്കൾക്ക്, എന്നാൽ അവൻ നേരെ ഓപ്പോസിറ്റായിട്ട് സഞ്ചരിച്ചു എന്ന് ആരെങ്കിലും വിഷമിക്കുകയാണെങ്കിൽ ഈ കാര്യം ഓർത്താൽ മതി. ഭഗവാൻ കൃഷ്ണന്റെ കാര്യം. പിന്നെയുണ്ടല്ലോ, നമ്മൾ ആത്മാർത്ഥമായി സാധന അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ മാറിയെന്ന് വരും. പറഞ്ഞുകൊണ്ട് പരിവർത്തനം വരുത്തുക പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്തു കാണിച്ചു കൊടുക്കാം. ഇനി ഞാൻ പറഞ്ഞു വേദാന്തം, പുരാണങ്ങൾ. വേദാന്തങ്ങൾക്കും വേദാന്തത്തിലെ സത്യം തന്നെയാണ് പുരാണത്തിലൂടെ അവതരിപ്പിക്കുന്നത്. പക്ഷേ വ്യത്യാസം എന്താണ്? കഥാരൂപത്തിൽ സത്യത്തെ അവതരിപ്പിക്കുന്നു. അതിപ്പോൾ നമ്മളിവിടെ തിരഞ്ഞെടുക്കുന്നത് ദേവീ മാഹാത്മ്യമാണ്, 13 അധ്യായം. ഇനി ഏത് അനുഷ്ഠാനത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പും ഏറ്റവും ആദ്യത്തെ ഗുണം അവിടെ ചിത്തശുദ്ധിയാണ്. ചിത്തം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നിരന്തരമായി ചിന്തകളുടെ പ്രവാഹം. ഓരോ അനുഭവങ്ങളും അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഈ ചിത്തത്തിലാണ്. അനുഭവങ്ങളുടെ ഓർമ്മകളാണ് ഈ ചിത്തം. ഏതുവിധം സാധനങ്ങളും അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം ചിത്തശുദ്ധിയാണ് ആവശ്യം. ചിത്തശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിലെ വേണ്ടാത്ത ചിന്തകളെ അങ്ങോട്ട് മാറ്റി നിർത്തും. കാമം, ക്രോധം, ലോപം, മോഹം, പിന്നെ മതം, മാത്സര്യം തുടങ്ങിയ മറ്റൊരാളെ കണ്ടാൽ അസൂയ തോന്നാതിരിക്കുക. ക്രോധത്തിൽ മുകളിലുള്ള നിയന്ത്രണം. പിന്നെ ശത്രുക്കളായാലും അവരോട് ദേഷ്യമില്ലാതിരിക്കുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഭഗവാൻ കൃഷ്ണനായിരുന്നു. നമ്മുടെ മഹാത്മാഗാന്ധിജി അഹിംസ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു തെറ്റ് സംഭവിച്ചു. മഹാത്മാഗാന്ധിജിക്ക് അഹിംസ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട്, അതായത് അധർമ്മം ചെയ്യുന്നവരെ പോലും മാറ്റി നിർത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല മഹാത്മാഗാന്ധിജി. ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞവരെ തെറ്റിദ്ധരിക്കരുത്. സമൂഹത്തിന് ഉപദ്രവം ചെയ്യുന്നത് അവരാരായാലും അവരെ മാറ്റി നിർത്തുക എന്നതാണ് ധർമ്മം. അതാണ് മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്തത്. അഹിംസ എന്ന് പറഞ്ഞ യുദ്ധത്തിൽ വധിക്കാതിരുന്നോ കൗരവരെ? ഇല്ലല്ലോ. അഹിംസ എന്നതിനർത്ഥം അധർമ്മത്തിനോട് അനുകൂലിക്കാതിരിക്കുക. അവിടെ സുഭാഷ് ചന്ദ്രബോസാണ് ഒന്നുകൂടി ഇങ്ങനെ സ്ട്രോങ് ആയിരുന്നത്. മഹാത്മാഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്. അഹിംസ പരമോധർമ്മ എന്നാണെങ്കിലും അഹിംസയുടെ എല്ലാ വിധത്തിലുള്ള അർത്ഥങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ചിത്തശുദ്ധി എന്തിനാവശ്യമാണ്? അനുഷ്ഠാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചിത്തശുദ്ധി ആദ്യം ആവശ്യമാണ്. ചിത്തശുദ്ധി എങ്ങനെ കൈവരിക്കാം? ചിത്തശുദ്ധി നേടിക്കൊണ്ട് സാധനയിൽ പ്രവേശിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, സാധനയിലേക്ക് പ്രവേശിച്ചാലേ ചിത്തശുദ്ധിയെ കൈവരിക്കാൻ സാധിക്കും. ചിത്തശുദ്ധി കൈവരിച്ചാലേ നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ അതിൻ്റെ പൂർണ്ണ ഫലത്തിലെത്തുകയുള്ളൂ. ഇപ്പോൾ ചിത്തശുദ്ധി നേടുവാൻ എന്തെങ്കിലും പ്രത്യേക സാധനങ്ങളുണ്ടോ? പ്രത്യേക സാധനങ്ങളൊന്നുമില്ല. നമ്മൾ എന്തു സാധനയായാലും ഒരു സാധന മാർഗം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഈ അട്ട ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ അത്രയും വിശ്വാസത്തോടെ അതിൽ നിൽക്കണം. പ്രാണായാമമാണ് ഞാൻ ഒരു സാധനാ മാർഗമായി തിരഞ്ഞെടുത്തത്. അങ്ങനെയാണെങ്കിൽ അതിൽ തന്നെ വിശ്വാസത്തോടെ എന്തെങ്കിലും പുരോഗതി ലഭിച്ചാലും ഇനി പുരോഗതി ലഭിക്കാൻ പ്രയാസമായാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അനുഷ്ഠാനം തന്നെയാണ്, സാധനയാണ്. ഈ ഒരു കാര്യങ്ങളും കൂടി പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് കരുതുന്നു. പറഞ്ഞു തരാം. പണ്ട് നമ്മുടെ ഭാരതത്തിൽ ഗുരുകുല സംസ്കാരമായിരുന്നു, ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. അത് മാറി നമ്മൾ ഇന്ന് കാണുന്ന എഡ്യൂക്കേഷൻ രീതി ആകാൻ ഒരു കാരണം കൂടിയുണ്ട്. മാക്സ് മുള്ളർ എന്ന വ്യക്തിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് രാജ്ഞിയായിരുന്നു ഇവിടെ ഭരിച്ചത്, ബ്രിട്ടീഷ് ഭരണകാലത്ത്. എന്നാൽ രാജ്ഞിയുടെ മന്ത്രിയായിരുന്നു മാക്സ് മുള്ളർ എന്ന് പറയുന്നത്. ഈ മാക്സ് മുള്ളർ എന്ന് പറയുന്ന ഒരു വിദ്വാൻ, അയാൾ ബുദ്ധിമാനായിരുന്നു. സംസ്കൃതം എല്ലാം പഠിച്ചു, നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചപ്പോൾ ഇയാൾക്ക് മനസ്സിലായി, ഈ ഭാരതത്തിലുള്ളവർ ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ അവർ ബുദ്ധിശാലികളായിത്തീരും. ശരി, ഭാരതത്തിലുള്ളവർ ബുദ്ധിശാലികളായി തീർന്നാൽ മറ്റു രാജ്യങ്ങളിലുള്ള ഞങ്ങളുടെ അവസ്ഥ എന്തായിത്തീരും? അതുകൊണ്ട് ബുദ്ധിമാനായ ഇയാൾ രാജ്ഞിയോട് പറഞ്ഞ് അന്നു മുതൽ ഗുരുകുല സമ്പ്രദായം അവിടെ നിർത്തിവെച്ചു, സംസ്കൃത പഠനവും നിർത്തിവെച്ചു.
സംസ്കൃത പഠനം ഇല്ലാതായതോടുകൂടി തന്നെ നമ്മൾ എന്തൊക്കെ നാമം ജപിച്ചാലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ളൊരു അവസരം നമുക്ക് ഇല്ലാതായി. അങ്ങനെയും ഒരു കാരണമുണ്ട്. അതവിടെ ഇരിക്കട്ടെ. എന്തൊക്കെ സംഭവിച്ചാലും ധർമ്മ രക്ഷതിരക്ഷിത, ആരൊക്കെ എത്രയൊക്കെ പ്രയത്നിച്ചാലും ശരി, ഈ സംസ്കാരം ഇവിടെ എന്നും നിലനിന്നുകൊണ്ടേയിരിക്കും. അതിനു പറ്റിയ, അതിനു വേണ്ട, അതിന് നേതൃത്വം നൽകാൻ കഴിവുള്ള വ്യക്തികളും സദാ വന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ദേവി മഹാത്മ്യത്തിലേക്കൊന്ന് വരാം. 1 മണിക്കൂർ കൂടി നമുക്ക് സമയം 6:30 വരെയാണ്. മാർക്കണ്ഡേയ പുരാണത്തിലെ 23 മുതൽ 84 വരെ അധ്യായം, 13 അധ്യായങ്ങളാണ് മൊത്തം. ഇത് ഈ ദേവി മഹാത്മ്യം എന്ന ഗ്രന്ഥം രൂപപ്പെടുവാനുള്ള കാരണം എന്താണ്? മാർക്കണ്ഡേയ മഹർഷി ഉണ്ടല്ലോ, മാർക്കണ്ഡേയ മഹർഷിക്ക് സമക്ഷം ആരാണ് വരുന്നത്? ജൈമിനി മഹർഷി. വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനായ ജൈമിനി മഹർഷി മാർക്കണ്ഡേയ മഹർഷിയുടെ സമക്ഷമെത്തി. വേദവ്യാസ മഹർഷിയായിരുന്നു ജൈമിനി മഹർഷിയുടെ ഗുരു. എന്നാലും മനസ്സിൽ എന്തൊക്കെയോ ചില സംശയങ്ങളുള്ളത് കാരണം മാർക്കണ്ഡേയ മഹർഷിയുടെ സമീപം. എന്നിട്ട് ഈ ജൈമിനി മഹർഷി ചോദിച്ചു, എനിക്ക് ദേവിയെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ദേവിയെക്കുറിച്ചൊന്ന് വർണ്ണിച്ചു തരാൻ പറ്റുമോ? ദേവി മഹാത്മ്യം, ദേവിയുടെ ശക്തികൾ എന്തൊക്കെയാണ് ഇന്ന് അങ്ങയിൽ നിന്നും എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ജൈമിനി മഹർഷി എന്ന് പറഞ്ഞു. മാർക്കണ്ഡേയ മഹർഷി എന്ന് പറഞ്ഞാൽ മൃഗണ്ടുവിൻ്റെ പുത്രനായതുകൊണ്ട് മാർക്കണ്ഡേയ. മൃഗണ്ടു എന്ന് പറയുന്നത് ഒരു തപസ്വിയായിരുന്നു. തപശക്തി കൊണ്ട് ആനന്ദത്തിൽ സദാ നിലനിൽക്കാൻ സാധിക്കുന്ന അങ്ങനെ ഒരു അവസ്ഥയെ കൈവരിച്ചതുകൊണ്ട് അയാൾക്ക് മൃഗണ്ടു എന്ന് പേര്. മൃഗണ്ടുവിൻ്റെ പുത്രൻ മാർക്കണ്ഡേയ. അങ്ങനെ മാർക്കണ്ഡേയ മഹർഷിയുടെ സമക്ഷം ജൈമിനി മഹർഷി എന്ന് പറഞ്ഞത് പ്രകാരം ഈ മാർക്കണ്ഡേയ മഹർഷി ദേവി മഹാത്മ്യത്തെ, ദേവിയുടെ ശക്തികളെയും ദേവിയുടെ മഹിമകളെയും ജൈമിനി മഹർഷിക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മാർക്കണ്ഡേയ പുരാണത്തിലാണ് ഇത് വരുന്നത്. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 8ാമത്തെ മനുവായ സാവർണി. ഈ മനു എന്ന് പറയുമ്പോൾ ഈ കഥയിലെ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കുറേ സമയമെടുക്കും. 14 മനുക്കളുണ്ട് ഒരു ബ്രഹ്മകൽപ്പത്തിൽ. അതിൽ 8ാമത്തെ മനുവായ സാവർണി മനു എങ്ങനെയാണ് 71 ചതുർയുഗങ്ങളുടെ അധിപതിയായി ഭവിച്ചത് എന്ന് ആദ്യം അറിയൂ എന്ന്. അങ്ങനെയാണ് തുടങ്ങുന്നത്. ആരാണ് തുടങ്ങുന്നത്? മാർക്കണ്ഡേയ മഹർഷി. അങ്ങനെ ഈ സാവർണി സൂര്യപുത്രനാണ്. ഈ സാവർണിയുടെ പൂർവ്വജന്മത്തിലേക്ക് ഇനി അങ്ങോട്ട് മുഴുവൻ 11 അധ്യായങ്ങളും വളരെ മനോഹരമായ കഥകളിലൂടെയാണ് വർണ്ണിക്കുന്നത്. ഈ കഥ കേട്ടാൽ നമുക്ക് തത്വം എങ്ങനെ ഗ്രഹിക്കാൻ സാധിക്കും? നാരദ മഹർഷി ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിലെ 2ാം അധ്യായത്തിലെ 42ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതാലാപാദ തത്കഥം ബോധമീശ്വരി തത്കഥാസുതു വേദ അർത്ഥ ശ്ലോകേ പദേ പദേ. ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ ശ്ലോകത്തിലും വേദാർത്ഥമാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഒരല്പം ബുദ്ധി വേണം. അല്ലാതെ വെറും കഥ മാത്രം കേട്ടു പോകുവാനുള്ള പുരാണങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവി മഹാത്മ്യമായാലും കഥാരൂപത്തിലാണെങ്കിൽ കൂടി അതിൽ നമുക്ക് ആവശ്യമായ എല്ലാ തത്വങ്ങളും അതിൽ വിവരിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത. ഈ കഥാരൂപത്തിലാകുമ്പോൾ ഒരുവിധം എല്ലാ മനുഷ്യർക്കും എളുപ്പം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് മാർക്കണ്ഡേയ പുരാണത്തിലെ ദേവി മഹാത്മ്യം എന്ന കൃതിയിലെ 1ാമത്തെ അധ്യായമായ മധുകൈടഭവനം, അതിലേക്ക് നമുക്ക് ഇന്ന് തുടങ്ങി വയ്ക്കാം. അതിനെപ്പറ്റി അങ്ങനെ ഈ സാവർണി എന്ന സൂര്യപുത്രൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഇവിടെ മാർക്കണ്ഡേയ മഹർഷി ജൈമിനി മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കഥ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? 2ാമത്തെ മനുവായ സൗരോജിഷൻ. ഈ സൗരോജിഷ മന്വന്തരത്തിൽ ചൈത്രവംശത്തിൽ ജനിച്ച ഒരു രാജാവുണ്ട്. സുരഥൻ എന്നാണ് പേര്. ആ സുരഥൻ എന്ന രാജാവ്, ഇതാണ് സാവർണന്റെ പൂർവ്വജന്മം. ഈ സുരഥൻ എന്ന മഹാരാജാവ് ഒരു ചക്രവർത്തിയായി. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുഴുവൻ രാജാവ്. അങ്ങനെ ഈ സാവർണൻ, അദ്ദേഹത്തിന് പൂർവ്വജന്മത്തെ സുരഥൻ എന്ന ഈ ചക്രവർത്തി എല്ലാ കഴിവുകളോടും കൂടി ആ രാജ്യത്തെ, രാജ്യം എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവൻ, ചക്രവർത്തി എന്ന് പറഞ്ഞാൽ മുഴുവൻ രാജ്യങ്ങളുടെയും അധിപതിയാണ്. അതിശ്രേഷ്ഠമായ രീതിയിൽ ആ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
അദ്ദേഹത്തിന് മുമ്പിൽ ഒരു സമസ്യ കടന്നു വരികയാണ്. ആരാണത്? കോലവിധ്വംസികൾ എന്ന് പറയുന്ന ഒരു രാജവംശമുണ്ടായിരുന്നു. ഈ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ അനേകം രാജ്യങ്ങളുടെ അധിപതിയാണല്ലോ. അത് ചെറിയൊരു രാജ്യം, അതിൽ രാജാക്കന്മാർ കോലവിധ്വംസികൾ എന്ന് പറയും. അവർ ഈ രാജാവിനെ ആക്രമിക്കാമെന്ന് ഈ സുരതനെ പരാജയപ്പെടുത്തി. സുരതനെ പരാജയപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായും ചക്രവർത്തി എന്ന പദം അദ്ദേഹത്തിൽ നിന്ന് നഷ്ടമായി പോയി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു രാജ്യത്തിനെ മാത്രം ഭരിക്കാൻ ആരംഭിച്ചു. ചക്രവർത്തി പദം നഷ്ടമായി, സ്വന്തം രാജ്യത്തെ മാത്രം ഭരിക്കാൻ ആരംഭിച്ചു. എന്നിട്ട് ശ്രദ്ധിക്കണം, ഈ കഥകൾ തുടങ്ങുമ്പോൾ നമുക്കിതിൽ തത്വത്തെ ദർശിക്കാൻ സാധിക്കില്ലെങ്കിലും ഇതങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് മനസ്സിലാകും ഈ കഥയിലൂടെ എന്ത് കാര്യമാണ് ഈ പുരാണങ്ങൾ നമുക്ക് നൽകുന്നത്. അങ്ങനെ ഈ സുരത രാജാവ് സ്വന്തം ചെറിയ രാജ്യത്തിൻ്റെ മാത്രം ഭരണാധികാരം ഏറ്റെടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴും സ്വന്തം കൊട്ടാരത്തിന് സ്വന്തം മന്ത്രിമാർ തന്നെ അവരുടെ ശക്തി കൊണ്ട് ഈ രാജാവിനെ അവിടെ നിന്ന് പുറത്താക്കി. അങ്ങനെ രാജാവിനെ എല്ലാം നഷ്ടമായി. രാജാവിൻ്റെ സമ്പത്തും രാജാവിൻ്റെ സൈന്യങ്ങളും രാജാവിൻ്റെ ഭണ്ഡാരങ്ങളും എല്ലാം ഈ മന്ത്രിമാരെ കൈക്കലാക്കി. ഇത് ഭണ്ഡാരം എന്നാൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ക്ഷേത്രത്തിൽ പോയ പൈസ നിക്ഷേപിക്കാനുള്ള ഒരു സാധനമല്ല. പക്ഷേ വളരെ വിചിത്രമായിരുന്നത് ഭണ്ഡാരം എന്ന അന്ന് രാജാക്കന്മാർ പറഞ്ഞത് അഷ്ടലോഹ വസ്തുക്കളുടെ ഒരു കൂട്ടത്തെയായിരുന്നു. അതിനെയാണ് ഭണ്ഡാരം എന്ന് പറയുന്നത്. അതായത് സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, പിച്ചള, ഓട്, കാരീയം എന്നീ 8 ലോഹങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വസ്തുവായിരുന്നു ഭണ്ഡാരം എന്ന് പണ്ട് പറയുന്നത്. അങ്ങനെ ഈ രാജാവ് രാജ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പുറത്താക്കി. എന്നിട്ട് ഈ രാജാവ് എന്ത് ചെയ്തു? ഞാനെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ഒരു കുതിരപ്പുറത്ത് കയറി നായാട്ടിന് പോകുന്നു എന്ന വ്യാജേന കൊടും കാട്ടിലേക്ക് പ്രവേശിച്ചു. ഘോരമായ അങ്ങനെ ഘോരമായ വനത്തിലൂടെ ഇങ്ങനെ രാജാവ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വിചിത്രമായൊരു കാഴ്ച. ക്രൂരമായ മൃഗങ്ങളെല്ലാം വളരെ ശാന്തഭാവത്തിൽ ഒരു ആശ്രമത്തിന് മുമ്പിലിരിക്കുന്നു. ക്രൂരമൃഗങ്ങൾക്ക് ഇത്ര ശാന്തഭാവമോ? സിംഹം, പുലി, ഇവരുടെ സ്വഭാവം തന്നെ രൗദ്രമല്ല. അവരെല്ലാവരും ഒരു ആശ്രമാന്തരീക്ഷത്തിൽ ശാന്തമായിരിക്കുന്നു. ഒരു ആശ്രമാന്തരീക്ഷത്തിൽ ആ ആശ്രമത്തിലിരിക്കുന്ന മുനിയുടെ തപശക്തി കൊണ്ട് ഈ മൃഗങ്ങളുടെ സ്വഭാവം പോലും പരിവർത്തനപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, തപസ് അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് അത്ഭുത സിദ്ധികൾ ലഭിക്കും. അതുപോലെ ഒരു സിദ്ധയോഗിയായിരുന്നു ഇവിടെ ഈ ആശ്രമത്തിൽ. ആ മഹർഷിയുടെ പേരെന്തായിരുന്നു? സുമേധസ് മഹർഷി, അതല്ലെങ്കിൽ വസിഷ്ഠ മഹർഷി എന്ന പേരുണ്ട്. സുമേധസ് അല്ലെങ്കിൽ വസിഷ്ഠ മഹർഷി. അങ്ങനെ ഈ സുരതന രാജാവ് ആശ്രമത്തിലേക്ക് പ്രവേശിച്ച് ഈ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് കുറേ വർഷങ്ങൾ ഈ ആശ്രമത്തിൽ തന്നെ താമസിച്ചു. അനേകം വർഷങ്ങൾ അവിടെ ചിലവഴിച്ചതിന് ശേഷം ഈ രാജാവ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആരാണെങ്കിലും വെറുതെ ഇരുന്നാലും മനസ്സിൽ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരും. ഈ മഹാരാജാവിൻ്റെ മനസ്സിലും സുരതൻ്റെ മനസ്സിലും തൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു വരും. ഞാനില്ലാത്ത സമയത്ത് എൻ്റെ പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കും? ഞാനുള്ളപ്പോൾ അവരെ വളരെ നന്നായി വസ്ത്രം, ഭക്ഷണം എല്ലാം നൽകി അവരെ സംരക്ഷിച്ചു. എൻ്റെ ആനകളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ മന്ത്രിമാരും ഈ പ്രജകളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ അവരുടെ? ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വീണ്ടും 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 ഇതേ കാര്യത്തെക്കുറിച്ച് തന്നെ രാജാവ് ആലോചിക്കാൻ തുടങ്ങി. രാജാവിന് ഈ ചിന്തകളിൽ നിന്ന് പുറത്തു കടത്താൻ സാധിക്കാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഘോര വനത്തിൽ ഇപ്പോൾ ആരാണ്? ഈ സുമേധസ് മഹർഷിയും രാജാവും മാത്രമാണുള്ളത്. പെട്ടെന്നൊരു ദിവസം മൂന്നാമതൊരു വ്യക്തി ഈ രാജാവ് ആശ്രമാന്തരീക്ഷത്തിൽ കണ്ടു. ഒരു വൈശ്യനെ കണ്ടുപിട്ടി. രാജാവിനും പെട്ടെന്ന് വിചിത്രമായി തോന്നി, ഈ ഘോരമായ വനത്തിൽ ഞങ്ങൾ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാൾ വന്ന സ്ഥിതിക്ക് എന്തായാലും അയാളോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി സുമേധസ് രാജാവ് ആ വൈശ്യന്റെ സമക്ഷം പോയി. ആരാണെന്ന് ചോദിച്ചു. ഞാനൊരു ധനികനായ കുടുംബത്തിലെ വൈശ്യനാണ്. എൻ്റെ ഭാര്യാപുത്രന്മാർ എൻ്റെ സമ്പത്തെല്ലാം അപഹരിച്ച് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഇങ്ങോട്ട് പോകണം എന്നറിയാതെ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. രാജാവിന് വളരെ സന്തോഷമായി. ഞങ്ങൾ രണ്ടുപേരുടെയും അവസ്ഥ ഉണ്ടായിരുന്നു. എന്നെ രാജ്യത്തിൽ നിന്നും പുറത്താക്കി, ഇയാളെ വീട്ടിൽ നിന്നും പുറത്താക്കി. അങ്ങനെ ഈ രാജാവ് ഈ വൈശ്യനോട് ചോദിച്ചു, അങ്ങയുടെ മനസ്സിൽ എന്താണ്? വല്ലാത്തൊരു വിഷമം.
വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നതെനിക്ക് മനസ്സിലായി. പക്ഷേ അതല്ലാത്ത എന്തോ ഒരു വിഷമവും അങ്ങയുടെ മനസ്സിലുണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു. ഈ വൈശ്യൻ പറഞ്ഞു, ശരിയാണ് അങ്ങ് പറഞ്ഞത്, എൻ്റെ പുത്രന്മാർ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, എന്നെ ആവശ്യവുമില്ല എന്നെ വേണ്ടി. പക്ഷെ എൻ്റെ മനസ്സ് നോക്കൂ, ഇപ്പോഴും എൻ്റെ വീടിനെയും ഭാര്യയെയും എൻ്റെ മക്കളെയും കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയാണ്. പുത്രന്മാർ എന്നോട് അന്യായം പ്രവർത്തിച്ചുവെങ്കിലും എനിക്ക് അവരോട് ദേഷ്യം തോന്നുന്നില്ലല്ലോ. എന്താണ് അതിന് കാരണം? ഉടനെ രാജാവ് പറഞ്ഞു, അങ്ങേ ആവശ്യമില്ലാത്തവരെ കുറിച്ച് അങ്ങ് എന്തിനാണ് ഓർത്ത് വിഷമിക്കുന്നത്? പുത്രന്മാർക്ക് അങ്ങേ ആവശ്യമില്ല, അങ്ങയുടെ അഭാവത്തിലും അവർ സന്തോഷമായി ജീവിക്കുന്നു, പിന്നെ അങ്ങ് എന്തിനാ അവരെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുന്നു? അപ്പോൾ ഈ വൈശ്യൻ പറഞ്ഞു, അതാണ് എനിക്കും അറിയുന്നത്. ആവശ്യമില്ലാത്ത ചിന്തകളിൽ തന്നെ എൻ്റെ മനസ്സ് നിലനിൽക്കുന്നു, അതിൽ നിന്ന് നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഈ വൈശ്യൻ രാജാവിനോട് പറഞ്ഞപ്പോൾ, എൻ്റെയും അവസ്ഥയല്ല, ഇന്ന് ഈ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. ഞാനും പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, നമുക്ക് രണ്ടുപേർക്കും ഒരു കാര്യം ചെയ്യാം. മഹർഷിയുണ്ടല്ലോ ആശ്രമത്തിൽ, ആ മഹർഷിയോട് പോയി നമ്മുടെ വിഷമങ്ങൾ അറിയിക്കാം, എന്തെങ്കിലും ഒരു ഉപായം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും വളരെ ബഹുമാനപൂർവ്വം മഹർഷിയുടെ സമക്ഷം പോയി വിനയപൂർവ്വം ചോദിക്കുക, ജലത്തിൻ്റെ പ്രവാഹം എപ്പോഴും മുകളിൽ നിന്നും താഴോട്ടായിരിക്കും, താഴെ നിന്നും മുകളിലേക്ക് ജലം പ്രവഹിക്കില്ലെങ്കിൽ ഇതുപോലെയാണ് അറിവിൻ്റെ പ്രവാഹം. വിനയമുള്ളിടത്തേക്ക് മാത്രമേ അറിവ് പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും വളരെ വിനയത്തോടുകൂടി മഹർഷിയെ സമീപിച്ച്, അങ്ങയുടെ അനുവാദമുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സിലെ സംശയങ്ങൾ ഞങ്ങൾ അങ്ങയോട് ചോദിക്കാം. മഹർഷിക്ക് വളരെ സന്തോഷമായി ചോദിക്കുന്നു. രാജാവ് തൻ്റെ കാര്യം പറഞ്ഞു, എന്നെ രാജ്യത്തിൽ നിന്നും പുറത്താക്കിയതാണ്, ഇതൊരു വൈശ്യനാണ്, ഇദ്ദേഹത്തെ ഭാര്യപുത്രന്മാർ പുറത്താക്കിയതാണ്. ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ചിന്തകളെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഞങ്ങൾ ദുഃഖിക്കുന്നു. എനിക്കറിയാം എൻ്റെ നഷ്ടപ്പെട്ട രാജ്യം എനിക്ക് കിട്ടിയില്ല എന്ന്, എന്നിട്ടും ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയായിരുന്നു. ഈ വൈശ്യനും അറിയാം എനിക്കെനി കുടുംബത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന്, എന്നിട്ടും ഞാൻ അവരെക്കുറിച്ച് ദുഃഖിക്കുകയാണ്. രാജാവ് പറഞ്ഞു മഹർഷിയോട്, ഈ മഹർഷി, ഞാനൊരു ജ്ഞാനിയാണ്, എന്നിട്ടും ഞാൻ എന്താണ് ദുഃഖിക്കുന്നത്? ഞാനൊരു ജ്ഞാനിയാണ്, എന്നിട്ടും ഞാൻ എന്താണ് ദുഃഖിക്കുന്നത്? ജ്ഞാനിയാണെങ്കിൽ ദുഃഖിക്കാൻ പാടില്ലല്ലോ. വളരെ നല്ല ചോദ്യമാണ് രാജാവ് ചോദിക്കുന്നത്. മഹർഷിയുടെ മറുപടി ഇതാണ്, ഹേ രാജാവ്, അങ്ങ് കരുതുന്നു അങ്ങ് ജ്ഞാനിയാണെന്ന്, പക്ഷേ അങ്ങയിലുള്ള ജ്ഞാനം കേവലം വിഷയജ്ഞാനം മാത്രമാണ്. വിഷയജ്ഞാനം മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരുപോലെയാണ്. ഇത് ആനയാണ്, ഇത് പാലാണ്, ഇത് ചോറാണ്, അല്ലെങ്കിൽ ഓരോ വസ്തുക്കളെയും വ്യത്യസ്തമായി തിരിച്ചറിയുവാനുള്ള ജ്ഞാനം മൃഗങ്ങൾക്കുമുണ്ട് മനുഷ്യനുമുണ്ട്. പക്ഷേ ഈ വിഷയജ്ഞാനം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അതിന് വിഷയജ്ഞാനമല്ല വേണ്ടത്, വിശേഷജ്ഞാനമാണ് വേണ്ടത്. വിശേഷജ്ഞാനം. ആ വിശേഷജ്ഞാനത്തിൻ്റെ അഭാവ കാരണമാണ് ഈ രാജാവേ, വൈശ്യനോട് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ദുഃഖിക്കുന്നത്. ഇനി അങ്ങ് ജ്ഞാനിയായിട്ടും ദുഃഖിക്കുവാനുള്ള കാരണം അങ്ങയുടെ ജ്ഞാനത്തിൽ അജ്ഞാനം കലർന്നിട്ടുണ്ട്. ജ്ഞാനവും അജ്ഞാനവും ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിൽക്കാൻ സാധിക്കില്ല. രാജാവിൻ്റെ ജ്ഞാനം കേവലം മെറ്റീരിയൽ നോളജ്, വിഷയജ്ഞാനം മാത്രമാണ്. എന്നാൽ രാജാവിന് സ്വന്തം മനസ്സിനെക്കുറിച്ചോ ആ മനസ്സിനെ നിയന്ത്രിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചോ അറിവില്ലാത്തത് കാരണം എന്തെങ്കിലും ഒരു പ്രതിസന്ധി മാനസികമായി അദ്ദേഹത്തെ ബാധിച്ചാൽ പുറത്തു കടക്കുവാനുള്ള മാർഗം അറിയില്ല. രാജാവിനും ഈ വൈശ്യനും അറിയില്ല. അതുകൊണ്ട് ഇനി എന്താണ് മാർഗം രാജാവേ? അങ്ങ് വിശേഷജ്ഞാനത്തെ കൈവരിക്കുക തന്നെ വേണം. ഇനി ഈ വിശേഷജ്ഞാനം എല്ലാവർക്കും കൈവരിക്കാൻ സാധിക്കുകയില്ല. വിശേഷജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മവിദ്യ, വേദാന്തജ്ഞാനം. ആ ജ്ഞാനം കൈവരിക്കുവാനാണ് ഈ പറയുന്ന എല്ലാവിധ അനുഷ്ഠാനങ്ങളും. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ കഥ പോലും എന്തിലേക്ക് നമ്മെ നയിക്കുവാനാണ്? നമ്മെ അറിവിലേക്ക് നയിക്കുവാൻ വേണ്ടി തന്നെയാണ്. നോക്കൂ, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. വീട്ടിൽ നിന്ന് അച്ഛനെ പുറത്താക്കുന്ന കാര്യം ഇതിന്നും സംഭവിക്കുന്നില്ല ഇവിടെ. അങ്ങനെ ഈ മഹർഷി പറഞ്ഞു, ഈ രാജാവേ, മനുഷ്യന് സംഭവിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മായയുടെ പ്രഭാവം കാരണം മനുഷ്യൻ എപ്പോഴും മോഹിതനാണ്. മോഹം എന്ന ശബ്ദത്തിന് അർത്ഥം എന്താണ്? മോഹം എന്നാൽ നമ്മൾ മലയാളത്തിലെ മോഹം എന്ന ശബ്ദത്തിലെ അർത്ഥവും സംസ്കൃതത്തിലെ മോഹം എന്ന ശബ്ദത്തിലെ അർത്ഥവും വ്യത്യാസമുണ്ട്. മുഹ്യതി അനേന ഇതി മോഹ എന്നാണ്.
ഏതെല്ലാം ചിന്തകൾ കാരണം നമ്മുടെ മനസ്സിൽ വിഷമം ഉണ്ടാകുന്നു, ഏതെല്ലാം ചിന്തകൾ നമ്മുടെ മനസ്സിനെ തളർത്തുന്നുവോ, അതാണ് മോഹം. അതുകൊണ്ട് ഈ മോഹത്താൽ മോഹിക്കപ്പെട്ട രാജാവും വൈശ്യനും ഇന്ന് ദുഃഖിക്കുകയാണ്. ഇനി ഇവരുടെ ദുഃഖത്തിൻ്റെ ഒരു അവസാനം സംഭവിക്കണമെങ്കിൽ മോഹത്തെ അതിജീവിക്കുക തന്നെ വേണം. ഒരു കാര്യം വളരെ നന്നായി തോന്നുന്നു. ഈ മഹർഷി തന്നെ പറയുകയാണ്, ഈ എല്ലാ മനുഷ്യരും ഭൂരിഭാഗം പേരും ഈ മോഹത്തിൻ്റെ അടിമകളായി തീരാൻ അതിനുമൊരു കാരണമുണ്ട്. എല്ലാവരും ആത്മജ്ഞാനികളായി തീർന്നാൽ ഇനി ലോകത്തിൽ വേറൊന്നും ചെയ്യാൻ ആർക്കും ഉണ്ടാകില്ല. എല്ലാവരും ബ്രഹ്മചര്യവ്രതം സ്വീകരിച്ച് തപസ്സനുഷ്ഠിച്ച് ആത്മജ്ഞാനികളായി തീർന്നാൽ പിന്നെ മനുഷ്യൻ എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്? അതുകൊണ്ട് ഈശ്വരൻ്റെ ഒരു ലീല തന്നെയാണ് മനുഷ്യനെ മായാമോഹത്തിൽ അകപ്പെടുത്തി നിർത്തുക എന്നത്. ഇനി ഈ ദേവിയും ഈ മായയുമായിട്ടൊരു ബന്ധമുണ്ട്. ദേവി എന്ന് പറഞ്ഞാൽ ശക്തിയാണ്, കുണ്ടലിനി. പല രൂപത്തിലും ദേവി അറിയപ്പെടും. അത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കാണുന്ന ഏത് രൂപവും അത് ഈ ശക്തിയുടെ പ്രകടിത രൂപമാണ്. ഇവിടെ മഹർഷി പറയുകയാണ് രാജാവിനോട്, മാർക്കണ്ഡേയ മഹർഷി, ഇവിടെ ഈ ദേവിയുള്ളത് ശക്തി. ദേവി തന്നെയാണ് അറിവായി നിൽക്കുന്നതും ദേവി തന്നെയാണ് അജ്ഞാനമായി നിൽക്കുന്നതും. ദേവി തന്നെയാണ് മായയെ പുറത്തു കടക്കുവാനുള്ള അറിവായി പ്രകടമാകുന്നതും ദേവി തന്നെയാണ് മായയിൽ കുരുക്കിയിടുന്ന അജ്ഞാനമായി പ്രകടമാകുന്നത്. ഇത് രണ്ടും ദേവി തന്നെയാണ്. രണ്ടും ദേവി തന്നെയാണെങ്കിൽ നമുക്കാവശ്യം മോഹത്തിന് കാരണമായ മായയെ അതിജീവിക്കുകയാണ്. ഈ മായ ശക്തി ദേവിയാണെങ്കിൽ മായയെ അതിവർത്തിക്കാനുള്ള ശക്തിയും ദേവിയാണെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഈ മായയെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ വളരെ ആഴത്തിലേക്ക് പോകും. ദേവിയുടെ കടാക്ഷം ഒരു മനുഷ്യന് പ്രാപ്തമായാൽ ആ മനുഷ്യൻ മായയെ അതിജീവിക്കും എന്ന് നമ്മൾ കേട്ടു. അപ്പോൾ നമ്മൾ കരുതും, ഞാനൊരു മനുഷ്യൻ, ഞാൻ ദേവിയെ ഉപാസിക്കുന്നു, ദേവി എന്നാൽ ഒരു സ്ത്രീ രൂപമാണ്, ആ ഒരു രൂപം എന്നിൽ പ്രസന്നനാകുന്നു. അങ്ങനെ മറ്റൊരു വ്യക്തി, അതായത് പുറമെയാണ് നാം ദേവിയെ കാണുന്നത്, ആ ദേവി എന്നെ അനുഗ്രഹിക്കുന്നു, അങ്ങനെ ഞാൻ മായയിൽ നിന്ന് മുക്തനാകുന്നു. അങ്ങനെയല്ല, ഇവിടെയാണ് ഈ ദേവിയുള്ളത്. മായയിൽ അകപ്പെടുന്നതും ദേവി തന്നെയാണ്, മായയിൽ നിന്നും പുറത്തു കടക്കുന്നതും ദേവി തന്നെ. ഇത് മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ ദേവിയെ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ദേവി കുണ്ടലിനിയാണ്. മനുഷ്യ ശരീരത്തിൽ ദേവി വസിക്കുന്നത് മൂലാധാരത്തിലെ കുണ്ടലിനി ശക്തി എന്ന രൂപത്തിലാണ്. ഈ കുണ്ടലിനി ശക്തി ഉയരുമ്പോഴാണ് നമുക്ക് മായയെ അതിജീവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കൂ, ശിവനെവിടെയാണ്? സഹസ്രാര ചക്രത്തിൽ. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് മൂലാധാര ചക്രത്തിൽ ഇരിക്കുന്ന ഈ ദേവീ ശക്തിയെ ഓരോ ചക്രങ്ങളെയും ഭേദിച്ചുകൊണ്ട് സഹസ്രാരത്തിലെ പരമശിവനുമായി യോജിപ്പിക്കുന്നു. ആ ക്ഷണം തന്നെ മായയുടെ അന്ത്യം സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ആരെയാണ് അനുഗ്രഹിച്ചത്? പുറമേ ഒരു ദേവിയും വന്ന് നമ്മെ അനുഗ്രഹിച്ചിട്ടില്ല. നമ്മളിവിടെ സ്വന്തം തപസ്സിൻ്റെ ശക്തി കൊണ്ട് ഈ അവസ്ഥയെ കൈവരിക്കുകയാണ്. ദേവി നമ്മെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ നമ്മളെ സ്വയം സഹായിക്കാൻ തയ്യാറായാൽ ഈശ്വരൻ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ദേവി പ്രത്യക്ഷ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ ശക്തി രൂപത്തിലാണ് വസിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വയം പ്രയത്നത്തിലൂടെ ഈ ശക്തിയെ ഉണർത്താനുള്ള പ്രയത്നങ്ങൾ ചെയ്താൽ കുണ്ടലിനി ശക്തിയെ, ആ ശക്തി ഉണരുക തന്നെ ചെയ്യും. ഇനി ഞാൻ പറഞ്ഞു സഹസ്രാര ചക്രത്തിലാണ് പരമശിവനെന്ന്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും, നമ്മൾ കരുതിയിരിക്കുന്നത് നമ്മൾ സഹസ്രാര ചക്രം എന്ന് പറയുമ്പോൾ ശിരസിലിരിക്കുന്ന ഏറ്റവും മൂർധാവ്, അവിടെയാണ് ശിവൻ വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കും അവിടെ മാത്രമാണ് ശിവൻ. അങ്ങനെ എല്ലാ ഭാഗത്തും ശിവൻ വ്യാപിച്ചിരിക്കുന്നുണ്ടെങ്കിലും മനുഷ്യ ശരീരത്തിൽ അതിൻ്റെ പ്രത്യക്ഷ രൂപം മൂർധാവിൽ സെറബ്രം, ബ്രെയിനിൻ്റെ ആ ഭാഗമായ സെറബ്രത്തിലാണ്, സഹസ്രാര ചക്രത്തിലാണ്. അതുകൊണ്ടാണ് ഉറക്കം തൂങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മളെന്താണ് ചെയ്യുക? താഴേക്ക് കുനിയുകയാണ് ചെയ്യുക. താഴോട്ട് വലിഞ്ഞു പോകും. തമോ ഗുണമാണ്. നമ്മളിപ്പോൾ എവിടെയാണ്? കഥയിലാണ് എത്തിയത്. എന്താണ് എവിടെ എത്തി?
ദേവി തന്നെയാണ് മായയായി പ്രകടമാകുന്നത്, ദേവി തന്നെയാണ് അറിവായി പ്രകടമാകുന്നത്. ഇവിടെ ചിന്മയാനന്ദ സ്വാമികൾ വളരെ മനോഹരമായി ശക്തിയെ വർണ്ണിക്കുന്നുണ്ട്. അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ദുർഗാ ലക്ഷ്മി സരസ്വതി. ചിന്മയാനന്ദ സ്വാമികളെ നേരിട്ട് കണ്ടവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? 2001 അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആഹാ, അത്ഭുതം തന്നെ. എന്തോ എനിക്കും കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ശരി, കാണാമെന്നായിരുന്നു. ചിന്മയാനന്ദ സ്വാമികൾ അവതരിപ്പിക്കുന്ന ഈ രീതിയിലാണ് ദുർഗാ ലക്ഷ്മി സരസ്വതി. ദുർഗയെ ദ ടെറിബിൾ എന്നാണ് പറയുന്നത്. ദുർഗ, അതെന്താണ് ടെറിബിൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്? ടെറിബിൾ എന്ന് പറഞ്ഞാൽ ഭയാനകം, ഭീകരം. അതിന് കാരണം നമുക്ക് 3 ഗുണങ്ങളെ അതിജീവിക്കണം. തമോ ഗുണം, രജോ ഗുണം, സത്വ ഗുണം. 3 ഗുണങ്ങളെ നമുക്ക് മറികടക്കണം. അതിന് 3 ദേവീ ശക്തികളെ നമ്മൾ സങ്കല്പിക്കുകയാണ്. ദുർഗ, ലക്ഷ്മി, സരസ്വതി. ദുർഗ ദ ടെറിബിൾ, ഭയാനകവും ഭീകരവുമാണല്ലേ. കാരണം ഈ തമോ ഗുണത്തെ അതിജീവിക്കാൻ ഉറക്കം തൂങ്ങിയിരുന്നാൽ പറ്റില്ല. അതേ ശക്തി ആവശ്യമാണ്. അതുകൊണ്ടാണ് ശക്തി സ്വരൂപമായ ദുർഗാദേവിയെ നമ്മൾ സങ്കല്പിക്കുന്നത്. തമോ ഗുണം എന്നാൽ ആലസ്യം, ഉത്സാഹമില്ലാത്തൊരവസ്ഥ. ഈ തമോ ഗുണത്തെയും ആലസ്യത്തെയും അതിവർത്തിക്കുവാൻ നമുക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് നമ്മൾ നമ്മുടെ ശക്തിയുടെ സ്രോതസ്സായി മാതാ ദുർഗയെ സങ്കല്പിക്കുകയാണ്. കാരണം ഇന്ന് നമ്മുടെ പക്കൽ ഒരു ഗുരു പ്രത്യക്ഷമായി നമുക്കില്ല. നമുക്ക് മാർഗദർശനം നൽകാനോ നീ പോകുന്ന വഴി ശരിയല്ല, നീ ഈ വഴിക്ക് സഞ്ചരിക്കണം എന്ന് പറയാൻ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം നമുക്കിപ്പോൾ കിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് സ്വയം ശക്തിയെ തന്നെ നമ്മൾ, ദേവിയെ തന്നെ നമ്മുടെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ദുർഗാദേവിയുടെ സങ്കല്പത്തിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനമില്ലാത്തതായ തമോ ഗുണത്തെ അതിജീവിക്കുന്നു. പിന്നീട് ലക്ഷ്മി ദേവി. പോസിറ്റീവ് വാല്യൂസ് ആണ് പോസിറ്റീവ്ലി കൾട്ടിവേറ്റ്. തമോ ഗുണത്തെ അതിജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് രജോ ഗുണത്തെ അതിജീവിക്കണം. രജോ ഗുണം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അസ്ഥിരതയാണ്, റെസ്റ്റ്ലെസ്നെസ്. മനസ്സിൻ്റെ അസ്ഥിരതയെ അതിജീവിക്കണമെങ്കിൽ അതിന് ചില ലക്ഷ്മി സമ്പത്തികൾ ആവശ്യമാണ്, ചില സദ്ഗുണങ്ങൾ ആവശ്യമാണ്. അങ്ങനെ നമ്മൾ മാതാ ദുർഗയുടെ കൃപയിലൂടെ തമോ ഗുണത്തെ അതിജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2ാമത്തെ പടിയിൽ രജോ ഗുണത്തെ അതിജീവിക്കണം. രജോ ഗുണത്തെ അതിജീവിക്കുവാൻ അതിന് ചില ഗുണങ്ങൾ, സദ്സമ്പത്തുകൾ ആവശ്യമാണ്. ആ സദ്ഗുണങ്ങളുടെ പ്രതീകമായി നമ്മൾ ദേവി ലക്ഷ്മിയെ ആരാധിക്കുകയാണ്. ഈ ദേവി ലക്ഷ്മിയെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ ദേവി ലക്ഷ്മി ഒരു സ്ത്രീയുടെ, നാരിയുടെ രൂപത്തിൽ വന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ്. ഒരിക്കലും. ഞാൻ പറഞ്ഞല്ലോ, ശക്തിക്ക് രൂപമില്ല. ഇവിടെ നമ്മൾ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ക്രമേണ നമ്മളിൽ തമോ ഗുണം നീങ്ങിയാൽ തന്നെ രജോ ഗുണത്തെ മാറ്റുവാൻ വേണ്ട ഏകാഗ്രത നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അതിന് ഏറ്റവും എളുപ്പമായ മാർഗം യോഗാസനങ്ങൾ തന്നെയാണ് തമോ ഗുണത്തെ അതിജീവിക്കുന്നത്. ഈ പ്രായമാകാത്തവരാണെങ്കിൽ ശരി, ഒരു 30 വയസ്സ് വരെ ശരീരം ഒരുവിധം നമ്മളെ അനുകൂലിക്കും. ആ സമയത്ത് നമുക്ക് കഠിനമായ ഹഠയോഗ പരിശീലനങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എന്നാലും അവിടെ 30 വയസ്സിന് ശേഷവും ഈ തമോ ഗുണത്തെ അതിജീവിക്കാൻ എന്താണ് ഒരു മാർഗം? ഒരു മാർഗമുണ്ട്. ശരീരത്തെ പിടിച്ച് വലിച്ചൊടിക്കാനൊന്നും സാധിക്കില്ലെങ്കിലും സാരമില്ല, പ്രാണായാമമാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം. അങ്ങനെ നമ്മൾ 2 ഗുണങ്ങളെ അതിജീവിച്ചു. തമോ ഗുണം കഴിഞ്ഞു, രജോ ഗുണം കഴിഞ്ഞു. തമോ ഗുണവും രജോ ഗുണവും കഴിഞ്ഞാൽ 3ാമതൊരു ഗുണവും കൂടിയുണ്ട്, സത്വഗുണം. സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് സങ്കടം വരും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ. അത് സത്വഗുണത്തിന് അങ്ങനെ ഒരു ദോഷം കൂടിയുണ്ട്. മനസ്സൊരുവിധം ശുദ്ധമായി തീരും. പക്ഷെ എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് സംഭവിച്ചാലോ ആരെങ്കിലും തന്നെ കളിയാക്കിയാലോ അവർക്ക് പെട്ടെന്ന് വിഷമമാണ്. അതാണ് ഈ സത്വഗുണത്തിൻ്റെ പ്രത്യേകത. നമുക്കത് പോരല്ലോ, സത്വഗുണത്തെയും അതിജീവിക്കണം. അതുകൊണ്ട് നമ്മൾ സരസ്വതി ദേവിയെ ആശ്രയിക്കുക. സരസ്വതി ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. ജ്ഞാനം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക?
വ്യക്തമായി പറയട്ടെ, അറിവ് ലഭിക്കുവാൻ നമ്മൾ ആരെയും ആശ്രയിക്കേണ്ടതില്ല, ഒരു പുസ്തകത്തെയും ആശ്രയിക്കേണ്ടതില്ല. വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് ഏറ്റവും വലിയ പുസ്തകം നമ്മുടെ മനസ്സ് തന്നെയാണ്. അതിൻ്റെ അറകളെ ഒരു തവണ തുറന്നു കഴിഞ്ഞാൽ എല്ലാ അറിവുകളും നമുക്ക് പ്രാപ്തമാകും. ആ മനസ്സിൻ്റെ അറിവിൻ്റെ അറകളെ തുറക്കണമെങ്കിൽ നമുക്ക് മാതാ ദുർഗയെയും മാതാ ലക്ഷ്മിയെയും ആവാഹിക്കേണ്ടതുണ്ട്. ദേവിയെ ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, താന്ത്രിക വിധിപ്രകാരം കുറേ കളങ്ങളും തന്ത്രങ്ങളും വിളക്കുകളും ഒക്കെ വെച്ച് ഒരു വലിയ മന്ത്രവാദി അവിടെ നിന്ന് ദേവിയെ ആവാഹിക്കുന്നുണ്ട്. അല്ല, അത് നമ്മൾ സ്വയം സാധനയിലൂടെ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞുള്ളൂ നേരത്തെ കുണ്ടലിനി. അങ്ങനെ മാതാ സരസ്വതിയുടെ അനുഗ്രഹത്തിലൂടെ നമ്മൾക്ക് സത്വഗുണത്തെയും അതിജീവിക്കാൻ സാധിക്കും. അങ്ങനെ ഈ 3 ഗുണങ്ങളെയും അതിജീവിച്ചാൽ നമ്മളെ ഇനി എവിടേക്കാണ് എത്താനുള്ളത്? കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് ഓരോ ചക്രങ്ങളെ ഭേദിച്ച് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ 6 ചക്രങ്ങളെയും ഭേദിച്ച് അവസാനം 7ാമത് സഹസ്രാര ചക്രത്തിൽ നിർഗുണത്വം എന്നൊരവസ്ഥ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അതാണ് ശിവൻ. പൂർണ്ണമായ ആ അവസ്ഥയെ നമ്മൾ കൈവരിക്കുമ്പോൾ നമുക്ക് സമാധി എന്ന അവസ്ഥയും കൂടി കൈവരിക്കാൻ സാധിക്കും. ഭാഗവതത്തിൽ വളരെ മനോഹരമായി ഇതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അവർ പറയുന്നത് 2 പേരാണ് മനസ്സിൻ്റെ ചിന്തകളിൽ നിന്നും സദാ മുക്തരായിരിക്കുന്നത്. ദ്വൈവ ചിന്തയാമുക്തൗ പരമാനന്ദ ആപ്ലുതു യോ വിമുഗ്ധോ ജഡോ ബാലഃ യോ ഗുണേഭ്യ പരം ഗതഃ. ദ്വൈവ ചിന്തയാമുക്ത. ദ്വ എന്ന് പറയാൻ 2 പേര് എല്ലാ സമയത്തും മനസ്സിലെ എല്ലാ ചിന്തകളിൽ നിന്നും മുക്തരാണ്. ആരാണ് ആ 2 പേര്? ഒന്ന് ജഡോ ബാല, ചെറിയ കുട്ടികൾ, 5 വയസ്സിന് മുമ്പ് പ്രായമാകാത്ത ആ കുട്ടികൾ. അവരുടെ മനസ്സിൽ ചിന്തകളൊന്നും തന്നെയില്ല. പ്രത്യേകിച്ച് ചിന്തകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് സന്തോഷം അധിക സമയവും പ്രാപ്തമാണ്. ഇനി 2ാമത്തെ ആളുകൾ യോ ഗുണേഭ്യ പരം ഗതഃ. 3 ഗുണങ്ങളെയും അതിവർത്തിച്ച സിദ്ധയോഗികളാകും, മഹർഷിമാരാകുന്നു, തപസ്വികളാകുന്നു. ഈ 2 പേർക്ക് മായയെ അതിജീവിക്കാനും സാധിക്കും. മായയായി മനുഷ്യനെ മോഹിപ്പിക്കുന്നതും ഇവിടെ ദേവി തന്നെയാണ്, ശക്തി തന്നെയാണ്, ആദിശക്തി തന്നെയാണ്. മായ എന്ന മോഹത്തെ പുറത്തു കടക്കുവാൻ വേണ്ടി മനുഷ്യനെ സഹായിക്കുന്നതും ഈ ശക്തി തന്നെയാണ്. 2ഉം ദേവി തന്നെയാണ്. മനുഷ്യനെ കുരുക്കുന്നതും മനുഷ്യനെ രക്ഷിക്കുന്നതും. അപ്പോൾ പിന്നെ എന്താണ് ഈ മനുഷ്യൻ? എന്താണ് നാച്ചുറലി അവൻ ഒരു യോഗിയുടെ സ്വഭാവമില്ലാത്തത്? പൊതുവെ മനുഷ്യരെല്ലാവരും എന്താണ് ഈ ഒരു അനുഷ്ഠാനത്തിലേക്ക് വരാതിരിക്കാനുള്ള കാരണം? എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. അതിനെന്താണ് കാരണം? മനസ്സിന് ഒന്നില്ലെങ്കിൽ ഈശ്വരനുമായി ചേർന്നിരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈശ്വരനുമായി ദൂരെ നിൽക്കാൻ സാധിക്കും. ഈ 2 അവസ്ഥകളെ മനസ്സിന് സാധിക്കും. മനസ്സിന് സ്വതന്ത്രമായി നിലനിൽക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും ഒന്ന് ആശ്രയിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ സദാ സുഖം ലഭിക്കുന്ന വസ്തുക്കളിലേക്ക് മാത്രം നമ്മൾ ആകർഷിതരാകുന്നത്. നമ്മൾ രാവിലെ 5 മണിക്ക് എണീക്കാത്തതിന് കാരണം എന്താണ്? അതിൽ നിന്ന് സുഖം ലഭിക്കാനില്ല. നമുക്ക് ഉറക്കം അത് നമുക്കൊരു സുഖം തരുന്ന അവസ്ഥയാണ്. അതോടെ നേരത്തെ എണീക്കാൻ നമുക്ക് മടിയാണ്. നേരത്തെ എണീറ്റാൽ അത് പ്രയാസമാണ്. നേരത്തെ എണീറ്റ് പ്രാണായാമം ചെയ്യുക വളരെ കഠിനമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് വരില്ല. ഈ 2 അവസ്ഥകളാണ് മനസ്സിനുള്ളത്. ഒന്നല്ലെങ്കിൽ ശ്രേയസിന്റെ പാതയിലൂടെ സഞ്ചരിക്കാം, അല്ലെങ്കിൽ ശ്രേയസിന്റെ പാതയിലൂടെയും സഞ്ചരിക്കാം. നമ്മളിവിടെ നമ്മുടെ പരിപൂർണമായ ശ്രദ്ധയും ആത്മാർത്ഥതയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സങ്കല്പം ചെയ്യുകയാണ്. 9 രാത്രികളിലൂടെ ഞാൻ എൻ്റെ കഴിയുന്നത്ര ശക്തി ഉപയോഗിച്ചുകൊണ്ട് സാധന ചെയ്യാൻ പോവുകയാണ്. രാത്രിയിൽ മുഴുവനും ഞാൻ സാധന ചെയ്യുകയാണ്. സാധിക്കുമോ നമുക്ക്? ഇല്ല. നമുക്കിവിടെ ഇത്രയേ ചെയ്യാൻ സാധിക്കും. ആത്മാർത്ഥമായിട്ട് ദേവിയെ സ്മരിക്കുന്നു. ആത്മാർത്ഥമായിട്ട് ദേവിയെ സ്മരിക്കുക. പിന്നെയും തെറ്റിദ്ധരിച്ചു. എവിടെയാണ് ദേവി? പുറമേ കാണേണ്ടത് ശരി, രൂപത്തിൽ കണ്ടോളൂ. ദേവിയുടെ രൂപത്തിലും ദേവിയുടെ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചു. എന്നിട്ട് ഓരോ ദിവസവും ഈ 9 ദിവസങ്ങൾ കഴിഞ്ഞാലും
എന്താണ് ചെയ്യുന്നത്? അനുഷ്ഠാനം ജീവിതത്തിൽ മുടങ്ങാതെ കൊണ്ട് നടക്കുക. അതുമാത്രമേ നമുക്കിവിടെ ചെയ്യാൻ. ഞാൻ വീണ്ടും നിങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ഏറ്റവും പ്രയാസവും ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും ഹിന്ദു സംസ്കൃതിയാണ്. ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നതും ഹിന്ദു സംസ്കൃതിയാണ്. ഇതിൽ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് ഭൂരിഭാഗവും നമ്മുടെ ഹിന്ദു മതത്തിലുള്ള കുട്ടികൾ മറ്റു മതത്തിലേക്ക് പോകുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഞാൻ സദാ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നു. ഇനി എനിക്കറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ അതിന് ഉത്തരം കണ്ടെത്തി ഞാൻ തീർച്ചയായും പറ്റുള്ളൂ. അന്ധമായിട്ടൊന്നും പിന്തുടരരുത്. വെറുതെ കേട്ടു പോകരുത്. ഞാൻ എന്തു പറഞ്ഞാലും അതിനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ എന്താണോ പറയുന്നത് അതൊന്നും എൻ്റെ സങ്കല്പമോ ഞാൻ നേടിയതാണ്. ഇതെല്ലാം ഋഷിവര്യന്മാർ പറഞ്ഞു വെച്ചാൽ പ്യുവർ നോളജ് മാത്രമാണ്. എൻ്റേതായി ഞാനിതിൽ യാതൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിക്കുക തന്നെ വേണം. ഈവൻ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പഠിച്ചിട്ടുമില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുകയോ വേണം. പിന്നെ ഇത് കഴിഞ്ഞാലും പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക തന്നെ വേണം. നേരിട്ട് വിവേക ചൂടാമണി ഭഗവത്ഗീത വായിച്ചാൽ നമുക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് എളുപ്പമായൊരു വഴി പറഞ്ഞു തരട്ടെ. എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നിയത്, ഒരുവിധം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രകരണ ഗ്രന്ഥങ്ങളാണ്. പുരാണങ്ങളും മനസ്സിലാകും. പക്ഷേ ഈ ഭാഗവതം എന്ന പുരാണം നമ്മൾ എടുത്ത് വായിച്ചാൽ കഥ മാത്രം കേട്ടുപോയാൽ നമുക്ക് തത്വം മനസ്സിലാകില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും 2 കാര്യങ്ങൾ കൊണ്ടു നടക്കണം. ഒന്ന് സാധന, പിന്നെ ശാസ്ത്രപഠനം. ഇത് രണ്ടും എല്ലാ സമയം കൊണ്ടു നടക്കാൻ ആർക്ക് സാധിച്ചാലും കാലം കൊണ്ട് അവർക്ക് എന്താണ് കൈവരിക്കാൻ സാധിക്കുക? എന്തു വേണമെങ്കിൽ കൈവരിക്കാം. അവർ ആഗ്രഹിച്ചത് എന്തും അവർക്ക് മഹാമായയുടെ അനുഗ്രഹത്താൽ നേടുവാൻ സാധിക്കും. വേണോ വേണ്ടേ? ഗ്രേറ്റർ ദ ഡിമാൻഡ്, ഗ്രേറ്റർ ദ സപ്ലൈ. ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടിക്കൊണ്ടിരിക്കും. ഈശ്വരനെ കാണാൻ ആഗ്രഹവും ഉത്സാഹവും ജിജ്ഞാസയും ഉള്ളവർക്ക് അതിനുള്ള മാർഗം ഈശ്വരൻ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സമയം കൃത്യം 6:30. ഇന്ന് രാത്രി നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ തപസ്സനുഷ്ഠിക്കുന്ന ഒരു മുറിയുണ്ട്. അവിടേക്ക് നിങ്ങൾ വരും. ഞാൻ ദേവിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരാൻ ധൈര്യം കാണിക്കും? കാണണോ ദേവിയെ? ഞാൻ കാണിച്ചു തരാം. ഏത് രൂപത്തെ കാണേണ്ടത്? ഭദ്രകാളി വേണോ? ശരി, കാണിച്ചു തരാം. വേണോ? അത് ദുർഗ വേണോ? അത് സരസ്വതി വേണം? വെറുതെ രസത്തിന് വേണ്ടി പറഞ്ഞാൽ. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കും. ഈശ്വര ദർശനം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സ്വപ്നത്തിലായാലും ശരി അത് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത് തീർച്ചയായും. വിശ്വാസം വേണം. ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ പ്രകടമാകും ഏതെങ്കിലും ഒരു രീതിയിൽ. പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല ഇത് ഈശ്വരൻ്റെ സാന്നിധ്യമാണ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈശ്വരൻ പ്രകടമായിക്കൊണ്ടേയിരിക്കും. വിശ്വാസം വേണം. എക്സ്ട്രീം പേഷ്യൻസ്, കോൺസ്റ്റന്റ് വിജിലൻസ്, പെർസീവറൻസ് ആൻഡ് റിഗറസ് സാധന. ഈ 4 കാര്യങ്ങൾ വേണം. ഒരിക്കലും നഷ്ടപ്പെടാത്ത ഉത്സാഹം വേണം സാധന അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. നിരാശ അത് തീർച്ചയായിട്ടും നമ്മെ വിഴുങ്ങുവാൻ ശ്രമിക്കും. പക്ഷേ ദേവിയുടെ ആ രൂപത്തിൽ, അല്ലെങ്കിൽ ഏത് രൂപത്തിൽ, ഭഗവാന്റെ കൃഷ്ണനായാലോ ശിവനായാലോ ആ രൂപത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കും. ആ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ശരിയും തെറ്റും ഏതെന്ന് തിരിച്ചറിയാൻ, ജീവിതത്തിൽ ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അത് ചെയ്യരുത്, ഇത് അപകടമാണ് എന്ന മാർഗദർശനം നമുക്ക് സ്വയം ഉള്ളിൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെല്ലാവർക്കും സാധിക്കട്ടെ. മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ദേവിയുടെ ഏതെങ്കിലും ഒരു രൂപത്തിൽ
ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കട്ടെ. അതിന് തീർച്ചയായിട്ടും സാധിക്കും. നമുക്കിനി സമയം 6:30 ഇനി നാളെ കാണാം. ഒന്നിരിക്കും, ഒരു പൂർണ്ണമത ചൊല്ലിയിട്ടില്ല. നിവൃന്നിരിക്കും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. പിന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും ദേവി മഹാത്മകളെ കഥയിലൂടെയും നമുക്ക് സഞ്ചരിക്കണം. എന്നാൽ കുറച്ച് വേദാന്തത്തിലെ തത്വങ്ങളെയും കൂടി മനസ്സിലാക്കണം. അത് രണ്ടും കൂടി നമുക്ക് വേണം. വെറും കഥ മാത്രം ഞാൻ പറയില്ല, അത് ശ്രദ്ധിക്കണം. എല്ലാവർക്കും 1000 എപ്പിസോഡിലും കൂടി കിട്ടില്ല. ഹരി.